بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹപ്രവർത്തകന്മാരെ, ശബ്ദം ശ്രദ്ധിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, സ്വാഗതത്തിൽ അമീർ സൂചിപ്പിച്ചതുപോലെ അതിന് മറുപടി എന്ന പേരിൽ ഒരു അഹ്സനിയും മറ്റൊരു കാമിലിയും വന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം ഇവിടെ നടത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ മുജാഹിദുകൾ അവരുടെ പ്രഭാഷണത്തിൽ എന്നും സ്വീകരിക്കാനുള്ള നിലപാട് തങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി ആയത്തും ഹദീസും പറഞ്ഞുകൊണ്ട്, ഇതാ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ട ഇന്ന ഹദീസിൽ ഇങ്ങനെ കാണുന്നു, ആ ഹദീസ് അടിസ്ഥാനത്തിൽ ശേഷം വന്ന ആധികാരികരായ പണ്ഡിതന്മാർ ഇങ്ങനെയെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതാണ് ശരിയായ ഇസ്ലാമിന്റെ ആദർശമെന്ന് വളരെ കൃത്യമായി പ്രമാണങ്ങൾ അടിസ്ഥാനത്തിലാണ് എന്നും എവിടെയും എല്ലായ്പ്പോഴും മുജാഹിദുകൾ സംസാരിക്കാറുള്ളത്. ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു. ഒരൊറ്റ വിഷയം പോലും തെളിവ് പറയാതെ, ആയത്തോ ഹദീസോ പറയാതെ ഒരു വിഷയം പോലും മുജാഹിദുകൾ സംസാരിച്ചിട്ടില്ല എന്നുള്ളത് അന്നത്തെ പ്രസംഗങ്ങൾ ശ്രമിച്ച ആളുകൾക്ക് കൃത്യമായി അറിയാം. എന്നാൽ തിരിച്ച് മറുപടി എന്നോണം സംഘടിപ്പിച്ച പരിപാടിയിൽ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, തങ്ങളുടെ വിശ്വാസങ്ങൾക്ക്, ആചാരങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ നിന്നോ പ്രവാചക ചര്യയിൽ നിന്നോ തെളിവുകൾ ഉദ്ധരിക്കേണ്ടതിന് പകരം സാധാരണക്കാരായ ആളുകളെ പൊട്ടീസാക്കാൻ പറ്റുന്ന ചില കുതന്ത്രങ്ങളാണ് കാമിലിയും അഹ്സനിയുമെല്ലാം നടത്തിയിട്ടുള്ളത്. അതല്ലാതെ ഒരു വിഷയത്തിന് പോലും കൃത്യമായി ഒരു ആയത്തോതിക്കൊണ്ട് ഇതാ ഇന്ന ആയത്തിൽ തമ്പുരാൻ ഇങ്ങനെ പറയുന്നു, അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഹദീസിലൂടെ ഇന്ന വിഷയം പഠിപ്പിക്കുന്നു, അതുകൊണ്ട് മുജാഹിദ് പറഞ്ഞതല്ല ശരി, നേരെ മറിച്ച് സുന്നികളെന്ന് അവകാശപ്പെടുന്ന സമസ്തക്കാരായ നമ്മൾ ചെയ്യുന്നതാണ് ശരിയെന്ന് പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല, അതൊട്ട് സാധിക്കുകയുമില്ല. ചെയ്യുന്ന വിഷയങ്ങൾക്ക് ആയത്തും ഹദീസും ഇല്ല എന്ന ബോധ്യമുണ്ടാകുന്നതുകൊണ്ടാണല്ലോ ആളുകളെങ്കിലും ഇളക്കി വിടാൻ, അതല്ലെങ്കിൽ ആളുകളെ വികാരം കൊള്ളിക്കുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങൾ നടത്താൻ ശ്രമിക്കാറുള്ളത്. കഴിഞ്ഞുപോയ ആധികാരികരായ പണ്ഡിതന്മാർ
അവരുടെ എല്ലാം പേര് പറഞ്ഞുകൊണ്ട് ഇമാം ഷാഫിഈയുടെ, അതുപോലെയുള്ള നബവി ഇമാമിന്റെ, അതുപോലെയുള്ള കഴിഞ്ഞ കാലക്കാരായ ആധികാരികരായ പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ തള്ളിക്കൊണ്ടുള്ള ദീൻ നമുക്ക് ആവശ്യമില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നതിന്റെ ധ്വനി മുജാഹിദുകൾ അവരെയൊക്കെ തള്ളുന്നവരാണ് എന്നാണല്ലോ. യഥാർത്ഥത്തില് ഇമാം ഷാഫി പഠിപ്പിച്ച, അതല്ലെങ്കിൽ ഷാഫി ഇമാമിന്റെ അനുയായികൾ പിൽക്കാലത്ത് രേഖപ്പെടുത്തി വെച്ച ഷാഫി മദ്ഹബ് എന്ന പേരിൽ അറിയപ്പെടുന്ന കാര്യങ്ങളിൽ ഏതാണ്ട് 90% വിഷയങ്ങളിൽ ഷാഫി മദ്ഹബിനോട് യോജിക്കുന്നത്, ഗ്രന്ഥങ്ങളുമായി യോജിക്കുന്നത് മുജാഹിദുകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേവലമായ 10% കാര്യങ്ങളിൽ പോലും ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളുമായി പോലും യോജിപ്പില്ലാത്തവരാണ് സുന്നികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഖുറാഫികളായ ആളുകൾ. അത് ഇ കെ ആയാലും ശരി, എ പി ആയാലും ശരി, ഇനി ആനയെ ടൈഗർ ഏതായാലും ശരി, എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ്. അതിനപ്പുറം ആ കിതാബുകളോട് പോലും തങ്ങളുടെ ഖോജാക്കന്മാരായി, തങ്ങളുടെ നേതാക്കന്മാരായി സ്വയം പരിചയപ്പെടുത്തുന്ന ആ മഹാന്മാരായ ഇമാമിങ്ങളുടെ വാക്കുകളോട് പോലും കൂറുപുലർത്താൻ കഴിയാത്ത, അതിനെപ്പോലും പിന്തുടരാൻ സാധിക്കാത്തവരാണ് ഇന്ന് സുന്നികളായ ആളുകൾ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങളെല്ലാം. എന്നിട്ട് സ്റ്റേജിൽ കയറി പറയാ മുജാഹിദാണ് അവർ തള്ളുന്നവർ, മുജാഹിദാണ് പൂർവികന്മാർ തള്ളുന്നവർ. അവര് ഖുർആനും ഹദീസും പറയുന്നുവെന്നല്ലാതെ അവരാരും ആ ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിക്കുന്നവരല്ല. ഞങ്ങളാണങ്ങനെ ചെയ്യുന്നവരെന്ന് വീമ്പിളക്കെയാണ് എല്ലായിടത്തും എന്ന പോലെ ഇവിടെയും ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ചർച്ച ചെയ്ത ഒരുപാട് വിഷയങ്ങൾ, 5-6 ചോദ്യങ്ങൾ ഇട്ടുകൊണ്ട് ആ പുസ്തകത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് മുജാഹിദുകൾക്ക് ഇവിടെ പ്രസംഗം തുടങ്ങാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ വിഷയം പറയുന്നത്. അവരിൽ നിന്നല്ല മൈക്ക് പെർമിഷൻ വാങ്ങിയത് എന്നതുകൊണ്ട് അവര് പറഞ്ഞ അതേപോലെ നടത്തിക്കൊള്ളണമെന്നില്ല. എന്തായാലും ശരി, അവര് ചോദിച്ച ചോദ്യങ്ങൾക്കും അവര് പറഞ്ഞ കാര്യങ്ങൾക്കും എണ്ണി അക്കമിട്ടുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഓരോന്നായി വിശദീകരിക്കുകയും കിതാബിലുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ആ കിതാബിൽ ഉള്ളത് പേജ് സഹിതം കൃത്യമായി അവിടെ കാണിക്കുകയും പ്രസിദ്ധീകരണം എഴുതി വിട്ടു എന്ന് ഞാൻ പറയുമ്പോൾ അത് കൃത്യമായി കാണിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ സംസാരിക്കുക. അതിലുള്ള അപാകതകളാണ് അടുത്ത പ്രഭാഷണത്തിന്. അതിന് കാമിയായാലും കുഴപ്പമില്ല, സഖാഫിയായാലും കുഴപ്പമില്ല, അഹ്സനായാലും കുഴപ്പമില്ല, ആര് വന്നാലും ശരി അടുത്ത പ്രഭാഷണത്തിൽ പറയേണ്ടത് അതിനാ മറുപടി എന്ന് പറയാം. മറുപടി പറയാൻ അറിയില്ലെങ്കിൽ ഇന്നത്തെ പ്രസംഗം ശ്രദ്ധിക്കുക, എങ്ങനെ പറയാ എന്നുള്ളത്. ഓരോ വിഷയങ്ങളും ഇൻഷാ അല്ലാഹ് എന്റെ കഴിവിനനുസരിച്ച് എണ്ണി പറഞ്ഞ് ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി പറയാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ പ്രസംഗത്തില് അവര് കൊണ്ടുവന്ന ആകത്തുക, അവര് പറഞ്ഞുകൊണ്ടുവന്ന മൊത്തത്തിലുള്ള ആദർശം എന്താണെന്ന് വെച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് അവസാന കാലമാകുമ്പോ 73 വിഭാഗമായി ഈ ഉമ്മത്ത് മാറുമെന്ന്. അതിന് 72 നരകത്തിലാണ്, 1 സ്വർഗത്തില്. ആ ഒന്നേതാ? അത് സമസ്തക്കാരാണ്. അതാണ് അഹ്സനും കാമിലും സഖാഫിയൊക്കെ പൊട്ടിച്ച ഏറ്റവും വലിയ വെടി. 72 നരകത്തിൽ പോയി 1 സ്വർഗത്ത് പോകുന്നുവെങ്കിൽ ആ സ്വർഗത്തിലേക്കുള്ള പാർട്ടി അത് സമസ്തക്കാര് മാത്രമാക്കാൻ. എന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ, സ്വഹാബത്തിലെ ഏകോപിച്ച അഭിപ്രായം, അത് സ്വീകരിക്കുന്നവർ സമസ്തക്കാര് മാത്രമാണ്, സുന്നികൾ മാത്രമാണ്. അതുകൊണ്ട് അവര് മാത്രം ആ സ്വർഗത്തിലേക്കുള്ള ആളുകൾ വേണമെങ്കിൽ ആ പ്രസ്ഥാനത്ത് കൂടിക്കോ, സമസ്തക്കാരൊപ്പം കൂടിക്കോ എന്നാണ് കാര്യമായി അവര് പറയാൻ തുടങ്ങിയത്. എന്നാൽ സ്വാഭാവികമായും ഒരു അവകാശവാദം ഉന്നയിക്കുമ്പോ സാമാന്യമായ മര്യാദയുണ്ടല്ലോ. എന്തുകൊണ്ടാണ് സമസ്തക്കാര് സ്വർഗത്തിന്റെ അവകാശമാണെന്ന് പറയുന്നത്? അത് കൃത്യമായ പ്രമാണം വെച്ച് പറയൂ, അംഗീകരിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ വിശ്വാസങ്ങളും നിങ്ങളുടെ ആചാരങ്ങളും എണ്ണി പറഞ്ഞിട്ട് ഇതാ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, ആ വിശ്വാസം വിശുദ്ധ ഖുർആനിലെ ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്,
പ്രവാചകന്റെ ഇന്ന ഹദീസ് അടിസ്ഥാനത്തിലാണ് റസൂലിൽ നിന്ന് സ്വഹാബികളെ മനസ്സിലാക്കി അവര് പഠിച്ച അവരെ ഏകോപിച്ചപ്പോൾ പറഞ്ഞ ഇന്ന കാര്യങ്ങൾ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പറയൂ എങ്കിൽ നമുക്ക് അംഗീകരിക്കാം. അതുപോലെ ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, എല്ലാ മേഖലയിലും ഇലാ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട സംഗതി ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങളത് ചെയ്യുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ സ്വർഗത്തിലേക്കുള്ള പാർട്ടി എന്ന് പറയുന്നുവെങ്കിൽ അത് പിന്നെയും ന്യായമാണ്. നേരെ മറിച്ച് ഇമാമിയങ്ങളെ പേര് പറഞ്ഞ്, അതേപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരും കഴിഞ്ഞ തലമുറയിൽ ജീവിച്ചു പോയവരുമായ ചില ആളുകളെ പേര് പറഞ്ഞ്, ഉസ്താദന്മാരെ പേര് പറഞ്ഞ് അവരൊക്കെ ജീവിച്ച പാത മതി നമുക്ക് എന്ന് പറഞ്ഞാൽ അവരാ തുടങ്ങി വെച്ച വിഷയത്തിൽ തന്നെ ഘടകവിരുദ്ധമല്ലേ അത്? ആദ്യം പറയാം, റസൂലും സ്വഹാബത്തും കാണിച്ച പാതയേതോ, റസൂലിന്റെ സുന്നത്തും സ്വഹാബത്തിന്റെ ഇത്തിഫാഖുമേതോ അതിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ് സുന്നികൾ. അപ്പുറത്ത് പോയിട്ട് പറയാം, ഈ പറയപ്പെട്ട ഉസ്താദന്മാരൊക്കെ ചെയ്തതേതോ അത് മതി നമുക്ക്, അതിനപ്പുറം നമുക്ക് ആവശ്യമില്ല. അഥവാ അവർ ചെയ്തതിൽ പോരായ്മയുണ്ടെങ്കിലോ അതും വിഷയമല്ല എന്നല്ല അതിനർത്ഥം. എങ്കിൽ അതൊരിക്കലും സ്വർഗത്തിലേക്കുള്ള പാതയായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചതല്ല. ഈ ഹദീസ് പ്രവാചകൻ പറഞ്ഞു ശരിയാണ്. റസൂൽ പറഞ്ഞു, ഇഫ്തറഖത്തിൽ യഹൂദ് ഇലാ 71 ഫിർഖ വഫ്തറഖത്തിൽ നസാറ ഇലാ 72 ഫിർഖ വസതഫ്തരിഖു ഉമ്മതി ഇലാ 73 ഫിർഖ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇഫ്തറഖത്തിൽ യഹൂദ് ഇലാ 71 ഫിർഖ. വ്യത്യസ്ത പദപ്രയോഗങ്ങളിൽ ആ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ജൂതന്മാർ, യഹൂദികള് 71 വിഭാഗമായി മാറി. ഇഫ്തറഖത്തിൽ നസാറ ഇലാ 72 ഫിർഖ. നസാറാക്കൾ, ക്രിസ്ത്യാനികള് 72 വിഭാഗമായി മാറി. എന്നാൽ വസതഫ്തരിഖു ഉമ്മതി ഇലാ 73 ഫിർഖ. എന്നാ ഭാവിയിൽ എന്റെ ഉമ്മത്ത്, എന്റെ സമൂഹം അവർ 73 വിഭാഗമായി മാറും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ്. അങ്ങനെ 73 വിഭാഗമായി മാറുമ്പോ അതിൽ മുഴുവൻ നരകത്തിലാണ്, ഇല്ലാ വാഹിദ്, ഒന്നൊഴികെ. ജൂതരെയും ക്രിസ്ത്യാനികളെയും കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, ജൂതന്മാർ 71 എങ്കിൽ റസൂൽ പറഞ്ഞു 70 ഫിന്നാർ വവാഹിദത്തുൻ ഫിൽ ജന്ന. 71-ൽ 70 നരകക്കാരാണ്, ഒന്നാണ് സ്വർഗാവകാശികൾ. ക്രിസ്ത്യാനികൾ 72 മാറിയെങ്കിൽ 71 നരകത്തിലാണ്, ഒരു വിഭാഗം മാത്രമാണ് സ്വർഗാവകാശികൾ. ഈ ഉമ്മത്ത് 73 വിഭാഗമായി മാറുമെങ്കിൽ 72 നരകത്തിലാണ്, ഒരു വിഭാഗമാണ് സ്വർഗാവകാശികൾ എന്നാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുന്നത്. പക്ഷെ അവിടെ വെച്ച് അല്ലാഹു റസൂൽ അവസാനിപ്പിച്ചില്ല. സ്വഹാബികൾ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരു ഭാഗം മാത്രം സ്വർഗത്തിലേക്ക് പോകുന്നുവെങ്കിൽ ആരാണ് ആ കൂട്ടര്, ആരാണ് ആ സ്വർഗത്തിലേക്കുള്ള പാർട്ടി എന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോ ഹബീബായ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി മാ അന അലൈഹി വഅസ്ഹാബി, അല്ലെങ്കിൽ മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബികളും ഞാനും എന്റെ അനുയായികളും ഏതൊരു മാർഗം സ്വീകരിച്ചുവോ ആ മാർഗം സ്വീകരിക്കുന്നവരാണവർ. ചില റിപ്പോർട്ടുകളിൽ ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം സ്വീകരിക്കുന്നവർ. രണ്ടും സ്വഹീഹ് റിപ്പോർട്ടുകൾ തന്നെയാണ്. ഞാനും എന്റെ സ്വഹാബികളും ഏതൊരു മാർഗം സ്വീകരിക്കുന്നുവോ, ഏതൊരു മാർഗത്തിൽ ജീവിക്കുന്നുവോ ആ മാർഗം സ്വീകരിക്കുന്നവരാരോ അവരാണ് സ്വർഗത്തിലേക്കുള്ള പാർട്ടി. ബാക്കി മുഴുവൻ നരകാവകാശികളാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. 73 വിഭാഗമായി മാറുമ്പോ ഒന്ന് മാത്രം സ്വർഗത്തില്. പക്ഷെ ചില ആളുകൾ പറയും, മറ്റൊരു പറയാം സമസ്തക്കാർ സ്വർഗത്തില്, ഇവര് പറയാം മുജാഹിദീങ്ങൾ സ്വർഗത്തില്. നമ്മളങ്ങനെ ഒരു സംഘടനയുടെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ പേര് പറഞ്ഞ് നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ പറഞ്ഞേക്കാനല്ല, തീരുമാനിക്കാനല്ല മുജാഹിദ് ശ്രമിക്കാറുടെ. നേരെ മറിച്ച് മാ അന അലൈഹി വഅസ്ഹാബി എന്ന പേര് ആർക്കാണോ യോജിക്കുക, ആ വിശേഷണം ഉൾക്കൊള്ളുന്നവരാരാണോ, ആ മാതൃകയിൽ ജീവിക്കുന്നവരാരാണോ അവരാണ് സ്വർഗാവകാശികൾ.
ആ മാതൃക സ്വീകരിക്കുന്നില്ലേ? മുജാഹിദാണെന്ന പേരും പറഞ്ഞു നടന്നുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അങ്ങനെ പലരുമുണ്ടല്ലോ നാട്ടില്, ഞങ്ങളും മുജാഹിദാണെന്ന് പറയുന്നവര്, ഞങ്ങളും ഇസ്ലാഹിയാണെന്ന് പറയുന്നവര്, ഞങ്ങളും സലഫിയാണെന്ന് പറയുന്നവര്. പക്ഷേ പലത്തിലും കൊണ്ട് പ്രയോജനമില്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ജീവിച്ചു കാണിച്ച പാത ഏതോ ആ പാതയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, ആ പാതയിൽ ജീവിക്കുന്നുണ്ടോ, അവര് മാത്രം ആ സ്വർഗാവകാശികൾ. അതില്ലെങ്കിൽ പിന്നെ നീ മുജാഹിദായിട്ട് കാര്യമില്ല, ഏത് മുജാഹിദായിട്ടും കാര്യമില്ല, ഏത് പ്രസ്ഥാനത്തിൽ കൂടി എന്നുള്ളതല്ല, ഏത് സംഘടന മെമ്പർഷിപ്പ് ഉണ്ട് എന്നുള്ളതല്ല. അതൊക്കെ പ്രവർത്തന സൗകര്യാർത്ഥമുള്ള സംവിധാനങ്ങൾ മാത്രമാണ്. KNM-ഉം ISM-ഉം MSM-ഉം MGM-ഉം പോലെയുള്ള സംഘടനകളൊക്കെ. ആ സംഘടന മെമ്പർഷിപ്പ് എടുക്കുന്നതോടുകൂടി ഒരാൾ സ്വർഗാവകാശിയായി എന്ന് ഒരാളും വാദിക്കുന്നില്ല. അങ്ങനെ വാദിക്കാൻ വൃത്തിയുമില്ല. നേരെ മറിച്ച് എന്ന ആദർശം സ്വീകരിക്കുന്നവരാലോ അവരാണ് സ്വർഗത്തിന്റെ പാർട്ടികൾ. പക്ഷേ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, കേരള നേതൃത്വ മുജാഹിദീൻ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ ജംഇയ്യത്തുൽ ഉലമ നേതൃത്വം നൽകുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശമേതോ ആശയാദർശങ്ങളേതോ അതിൽ ഒരു വിഷയം പോലും നിങ്ങൾക്ക് എടുത്തു കാണിച്ചിട്ട് ഇത് ഇന്ന ആയത്തിനെതിരാണ്, ഇന്ന ഹദീസിനെതിരാണ് എന്ന് കൃത്യമായി വ്യക്തമായി സ്ഥാപിക്കാൻ സാധ്യമേ അല്ല. സുന്നിയായാലും തബ്ലീഗായാലും ഇനി മതത്തിന്റെ കുപ്പായമിട്ട രാഷ്ട്രീയക്കാരായ ജമാഅത്തെ ഇസ്ലാമിയായാലും മറ്റേത് പാർട്ടിയായിരുന്നാലും ശരി, അവരുടെ വിശ്വാസാചാര അനുഷ്ഠാനങ്ങളിൽ നൂറുകണക്കായ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഇന്ന ആയത്തിനെതിരാണ്, ഇന്ന ഹദീസിനെതിരാണ് എന്ന് സമർത്ഥിക്കാൻ സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകന്മാർക്ക് പോലും സാധിക്കുമെന്നുള്ളതാണ്. അത്രയേറെ സ്പഷ്ടമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും അല്ലാത്തവരുടെയും ആദർശങ്ങൾ തമ്മിൽ ഉള്ള വ്യത്യാസമെന്നാണ്. അപ്പൊ ഇവിടെയും ആ വീമ്പളക്കാണെന്ത് സമസ്തക്കാരായ സ്വർഗത്തേക്ക്. കാരണം എന്താ? ഞങ്ങളാണ് നബിയും സഹാബികളും ചെയ്ത മാർഗം സ്വീകരിക്കുന്നവർ എന്ന് നമുക്കൊന്ന് പഠനവിധേയാക്കി നോക്കുക, ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്താ സുന്നാള വിശ്വാസം, എന്താ സുന്നാള ആചാരം, എന്താ സുന്നികൾ അനുഷ്ഠാനം, എന്താണ് അവരുടെ മറ്റു നടപടിക്രമങ്ങൾ? ഇത് പ്രവാചകന്റെ ചര്യയുമായി സ്വഹാബത്തെ ഇത്തിഫാഖുമായി യോജിക്കുന്നുണ്ടോ? എന്ന പ്രവാചകന്റെ ആ ഐഡന്റിഫിക്കേഷനുമായി യോജിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല, നമുക്ക് ഒന്നാകെ സ്വീകരിക്കാം, ഒരു വൈമനസ്സും അക്കാര്യത്തിലില്ല. അതല്ല ഇല്ലെങ്കിലോ നിങ്ങൾ അന്വേഷിക്കാൻ, പഠിക്കാൻ, ചിന്തിക്കാൻ, ആലോചിക്കാൻ തയ്യാറാവണമെന്നേ സൂചിപ്പിക്കാനുള്ളൂ. വിശ്വാസപരമായി ഇവിടെ പ്രസംഗിച്ച പ്രാസംഗികൻ അയാള് കാര്യമായിട്ടൊന്നും തൊട്ടിട്ടില്ല. ആ ഭാഗം തൊടാൻ പലേശം പേടി നമുക്കറിയത്. വിശ്വാസ ഭാഗങ്ങള് ഇസ്തിഗാസയും തവസ്സുലും അതുമായി ബന്ധപ്പെട്ട തൗഹീദും ശിർക്കുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഇപ്പൊ പഴയപ്പോൾ ധൈര്യം വരുന്നില്ല. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തും തൃശൂർ ജില്ലയിലെ ഇടമുട്ടത്തും വെച്ചെല്ലാം വലിയ വലിയ ഉസ്താദന്മാരെന്ന് ഇവരൊക്കെ വിചാരിച്ചിരുന്ന ആളുകള് അവർ തന്നെ നേക്ക് നേരെ വന്നിട്ട് പോലും നാളിതുവരെ നാട് നീളം സ്ഥാപിച്ചിരുന്ന അല്ലാഹുവല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുക എന്ന ആ ഒരു വിഷയം സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലായപ്പോ ഇപ്പൊ സാധാരണ മൂലമായി തൊടാൻ പേടിയാ. കാരണം എന്താ? ഏറിപ്പോയ വാദപ്രവത്തിന് വെല്ലുവിളിച്ചാൽ നമ്മൾ കൊണ്ടുവരാനുള്ളത്, കാര്യമായി പോയ അവസാനം കൊണ്ടുവരാനുള്ളത് പേരോട് ഉസ്താദിനെ. മൂപ്പനെ കൊടുത്താൽ എന്താ ഉണ്ടാവുക? നമ്മൾ കണ്ടുകൊടുന്ന് ഏറിപ്പോയാല് ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്താതെ പറഞ്ഞ മാതിരി കൊച്ചിൻ ബഹുണ്ടാക്കി കൂക്കി പിരിഞ്ഞ് പോവുക എന്നല്ലാതെ മൂപ്പനെ കൊണ്ട് എന്തായാലും ആ ആദർശം സ്ഥാപിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലായപ്പോ ആ വിഷയം വല്ലാതെ പറയാറില്ല. യഥാർത്ഥത്തില് മുജാഹിദും സുന്നികളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന നൂറുകണക്കായ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണല്ലോ. വിശ്വാസരംഗത്ത് ശിർക്കിലേക്ക് എത്തിക്കുമെന്നാണ്, ശിർക്കാകുമെന്നാണ് മുജാഹിദുകൾ പറയുന്നത്. അല്ല, തൗഹീദാണ് എന്നാണ് മറുപക്ഷത്തിന് പറയാനുള്ളത്. പക്ഷെ ആ വിഷയം കാര്യമായി പറഞ്ഞില്ല. നേരെ മറിച്ച് ജസ്റ്റ് കേവലമായി ഒന്ന് തോണ്ടി പോവുക മാത്രമാണ് ചെയ്തത്. അയാളോട് പറഞ്ഞെന്താന്ന് വെച്ചാല് മമ്പളം തങ്ങള് മുഹീദ്ദീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ്, ബദരീകളൊക്കെ തുടങ്ങിയ ആളുകൾക്ക് അല്ലാഹ് പല കഴിവും കൊടുത്തിട്ടുണ്ട്.
ആ കഴിവിൽ നിന്ന് ചോദിക്കുന്നതിന് വിരോധമില്ല എന്നാണ്. അത്തരക്കാർക്ക് അല്ലാഹു പല കഴിവും കൊടുത്തിട്ടുണ്ട്. ആ കഴിവിൽ നിന്ന് ചോദിക്കുന്നതിന് വിരോധമില്ല. അതാണ് കാര്യമായി വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്ന കാര്യമായി ഇവിടെ സൂചിപ്പിച്ചു വെച്ചത്. യഥാർത്ഥത്തില് മുഅ്ജിസത്തായാലും കറാമത്തായാലും ശരി, അള്ളാഹുവിലേക്ക് കൊടുത്തിരുന്ന കഴിവല്ല എന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരു കഴിവായി അവർക്ക് കൊടുത്തിടുകയല്ല. നേരെ മറിച്ച് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളിലൂടെ, അള്ളാഹു ഉദ്ദേശിക്കുന്ന മുഅ്ജിസത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു പ്രകടിപ്പിക്കുന്നു. അതാ മുഅ്ജിസത്തും കറാമത്തൊക്കെ. അത് മുജാഹിദ് നിഷേധിക്കുന്നില്ല. അതുകൊണ്ടാണ് മൂസാ നബി ഇസ്ലാമയുടെ വടി നിലത്തിട്ട് പാമ്പായി മാറിയപ്പോൾ ഖുർആൻ പഠിപ്പിച്ചു, മൂസാ നബി ഇസ്ലാം പേടിച്ച് പിന്മാറിപ്പോയി എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. എന്തേ കാരണം? അത് മൂസാ നബിയുടെ കഴിവല്ലാത്തത് കൊണ്ട്. അതേപടി തന്നെ പിന്നീട് ഫിർഔന്റെ മുമ്പിൽ വന്ന് മായാജാലക്കാരുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് അവിടെയും ആ വടി നിലത്തിട്ടപ്പോൾ അവിടെയും മൂസാ നബി ഇസ്ലാം പേടിച്ചു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മൂസാ നബിയുടെ മനസ്സിൽ ഒരു പേടിയുണ്ടായി എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതേസമയം ഒരു പക്ഷേ ചില സമയങ്ങളിൽ അവരുദ്ദേശിക്കുമ്പോൾ അല്ലാഹു അത് പൂർത്തീകരിച്ച് കൊടുത്തുകൂടായികയില്ല. അത് സദാസമയം അങ്ങനെയാണ് എന്നല്ല. ഇനി ആ കഴിവിൽ നിന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു പോവുകയല്ലാതെ ആര് പഠിപ്പിച്ചു? എവിടെ പറഞ്ഞു? അത്തരം ആളുകളോട് അമ്പിയാക്കളോ ഔലിയാക്കളോ ശുഹദാക്കളോ സ്വാലിഹീങ്ങളോ മഹത്തുക്കളോ വിശ്വാസികളോ ആരാവട്ടെ അവരോടൊക്കെ ചോദിക്കാമെന്ന്, അവരോടൊക്കെ പ്രാർത്ഥിക്കാമെന്ന് ആരാണ് പഠിപ്പിച്ചത്? റസൂൽ പഠിപ്പിച്ചോ? സ്വഹാബത്ത് പഠിപ്പിച്ചോ? അതല്ലേ മാ അന അലൈഹി വസ്ഹാബി. ഒന്നാമത്തെ വിഷയം അതാ. മാ അന അലൈഹി വസ്ഹാബി 73 പാർട്ടി ഒന്ന് സ്വർഗത്തിലേക്ക്. ഏതേതാ സമസ്തക്കാര്? സമസ്തക്കാരുടെ വിശ്വാസം എന്താ? അമ്പിയാക്കളോട് ഔലിയാക്കളോട് ശുഹദാക്കളോട് സ്വാലിഹീങ്ങളോട് ചോദിക്കാം, സഹായം തേടാം, പ്രാർത്ഥിക്കാം. ജീവിത മരണ വ്യത്യാസമില്ല. എങ്കിൽ ആര് പഠിപ്പിച്ചു? അല്ലാഹു റസൂൽ പഠിപ്പിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് പ്രാർത്ഥനകൾ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ പാഠപുസ്തകം പരിശോധിക്കുക. മുജാഹിദിന്റെ മദ്രസയിലായാലും സുന്നി മദ്രസയിലായാലും ശരി, എവിടെയാണെങ്കിലും അവര് പഠിപ്പിക്കുന്ന പാഠപുസ്തകം എടുക്കുക. 100-ലേറെ വരുന്ന പ്രാർത്ഥനകൾ 1-ാം ക്ലാസ് മുതൽ അങ്ങോട്ട് 10-ാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിലായി പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നുവെങ്കിൽ എന്തേ അവിടെ പഠിപ്പിക്കപ്പെടുന്ന 100ഓളം എന്ന പ്രാർത്ഥനയിൽ ഒരൊറ്റ പ്രാർത്ഥന പോലും അല്ലാഹുല്ലാത്ത ഒരാളെ പേരിൽ ഇല്ലല്ലോ, ഒരു നബിയുടെ പേരിൽ ഇല്ലല്ലോ, ഒരു വലിയുടെ പേരില്ലല്ലോ, അല്ലെങ്കിൽ നബിയുടെയോ വലിയുടെയോ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഏതെങ്കിലും ഒരു പ്രാർത്ഥന നമ്മുടെ മക്കൾക്ക് നമ്മുടെ മദ്രസയിൽ നിന്ന് പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. എന്നാൽ ആ പഠിപ്പിക്കുന്ന പ്രാർത്ഥനകൾ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ ആണ്. രാവിലെ എണീക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, പുറത്തേക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ, വാഹനം കയറുമ്പോൾ, വാഹനത്തിൽ നിന്നിറങ്ങുമ്പോൾ തുടങ്ങി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ രംഗത്തുമുള്ള പ്രാർത്ഥനകള് സുന്നികളായാലും ശരി അവിടെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രാർത്ഥനകളൊക്കെ അല്ലാഹു റസൂൽ പഠിപ്പിച്ചതാണ്, ഹദീസിൽ വന്നതാണ്. എങ്കിൽ ആ പ്രാർത്ഥനയിൽ ഒരൊറ്റ പ്രാർത്ഥന പോലും ഹഖ് ജാഹ് ബർക്കത്ത് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അഥവാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ ബന്ധപ്പെടുന്ന മേഖലയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഹബീബായ റസൂൽ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയും ഔലിയാക്കന്മാരോടല്ല, അമ്പിയാക്കന്മാരോടല്ല, ശുഹദാക്കന്മാരോടല്ല. എന്തേ? അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ശുഹദാക്കൾക്കുമെല്ലാം അല്ലാഹു നൽകുന്ന മുഅ്ജിസത്തും കറാമത്തിനെയും അടിസ്ഥാനത്തിൽ അവരോട് ചോദിക്കാമെന്നുള്ളത്, അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നുള്ളത് എന്തേ റസൂലുള്ളാഹിക്ക് മനസ്സിലായില്ലേ? റസൂലുള്ളാഹിക്ക് മനസ്സിലാവാത്ത വിഷയമാണോ ഇപ്പൊ ഈ സഖാഫിമാരും കാമിലിമാരും അഹ്സനിമാരും വന്നപ്പോൾ അവർക്ക് മനസ്സിലായത് എന്നേ നമുക്ക് ചോദിക്കാനുള്ളൂ. ആ പ്രാർത്ഥനകളാണല്ലോ സ്വഹാബികള് നിത്യജീവിതത്തിൽ പ്രാർത്ഥിച്ചത്. എങ്കിൽ ആ പ്രാർത്ഥനകളിൽ എവിടെ അവര് ഏതെങ്കിലും നബിയുടെ ഏതെങ്കിലും വലിയുടെ ഹഖ് ജാഹ് ബർക്കത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത്? സ്വഹീഹായ സ്ഥിരപ്പെട്ട സ്വീകാര്യോഗ്യമായ ഒരു ഹദീസിൽ പോലും കാണാൻ സാധിക്കുന്നില്ല.
ദുർബലമായ മൗലൂആയ മനുഷ്യനിർമ്മിതമായ ചില ഹദീസുകളിൽ പിൽക്കാലത്ത് പലരും കെട്ടിക്കൂട്ടിയുണ്ടാക്കി ഈ ആദർശം സ്ഥാപിക്കാൻ വേണ്ടി പ്രചരിപ്പിച്ചുവെന്നല്ലാതെ സ്വഹീഹായ പ്രമാണയോഗ്യമായ ഒരു ഹദീസിന് പോലും അത്തരൊരു വാർത്ത നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അഥവാ ഇവര് പറയുന്ന ഈ കുരുട്ട് ബുദ്ധി, ഇവര് പറയുന്ന ഈ കുതന്ത്രം അത് റസൂലിനോ സ്വഹാബത്തോ തിരിഞ്ഞില്ല എന്നർത്ഥം. ഇനി കഴിവ് കൊടുക്കുമെന്ന വിശ്വാസം കൊടുത്ത് അവസാനം എവിടെ കൊടുത്തു വെച്ചാൽ തമ്പുരാനെ പോലും മറികടക്കുന്ന കഴിവ് കൊടുത്തുവെന്നാണ് ഇവരിപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിയാക്കന്മാര് ആളുകളെ കൊണ്ട് ചെല്ലിപ്പിക്കുന്ന ഒരുപാട് ക്ഷുദ്രകൃതികളിൽപ്പെട്ട ഒന്നാണല്ലോ കുത്തുബിയ്യത്ത് എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ കലങ്കിളക്ക സ്വദേശിണ്ടാക്കിയ തമ്പുരാനെ വിശ്വാസമില്ലാത്ത, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, യഥാർത്ഥമായ രീതിയിൽ അള്ളാഹിനെ വിശ്വസിക്കാത്ത സലഖത്തുല്ലാഹിൽ ഖാഹിരി എന്നൊരാൾ ഉണ്ടാക്കിയത്. ആ കുത്തുബിയ്യത്തിന് എങ്ങനെയാ ശൈഖിനെ പരിചയപ്പെടുത്തിയത്? മുഹ്യിദ്ദീൻ ശൈഖിനും റിഫായി ശൈഖിനും ബദരീങ്ങൾക്കും അമൃതങ്ങൾക്കുമൊക്കെ അള്ളാഹു കഴിവ് കൊടുത്തു. എന്താ കഴിവ്? കുത്തുബിയ്യത്തിന്റെ മൂന്നാമത്തെ വരി എടുക്കുക. സലഖത്തുല്ലാഹിൽ ഖാഹിരി ഉണ്ടാക്കിയ വരികളിൽ മൂന്നാമത്തെ വരി എന്താ വരി? യാ കുത്തുബ അഹ്ലി സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈദ ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ. എന്താ പറഞ്ഞത്? യാ കുത്തുബ അഹ്ലി സമാ, ആകാശഭൂമികളുടെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ളവര്. ഇത് ആ കുത്തുബിയ്യത്തിന് കാന്തപുരം സുന്നികളുടെ ഇവിടെ പ്രസംഗിച്ച അഹ്സനിയും സഖാഫിയൽ കാമിലിയുമെല്ലാം അംഗീകരിക്കുന്ന സമസ്തയുടെ ഏറ്റവും അറിയപ്പെടുന്ന നേതാവ്, സംസ്ഥാന നേതാവായ പറഞ്ഞൊരു പി മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ഖുറാഫി പണ്ഡിതൻ എഴുതിയ കുത്തുബിയ്യത്ത് പരിഭാഷയും വിശദീകരണവും എന്ന പുസ്തകം. ഇതിനപ്പുറം വേറൊന്നും പറയാനില്ല. മറ്റൊരു രീതി വായിച്ചാൽ പറയാം അത് ഓരോ രീതിയിലല്ലേ? വേണ്ട, അഹ്സനിയും സഖാഫിയും അംഗീകരിക്കുന്ന പുസ്തകമാണ്. പറഞ്ഞൊരു പി മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ എഴുതിയ കുത്തുബിയ്യത്ത് പരിഭാഷയും വിശദീകരണവും. ഇതിനെന്താ അർത്ഥം കൊടുത്തത്? സാരം ആകാശഭൂമിയുടെ കുത്തുബും ബ്രാക്കറ്റിൽ കേന്ദ്ര ബിന്ദു, ആകാശഭൂമിയുടെ കുത്തുബും ബ്രാക്കറ്റിൽ കേന്ദ്ര ബിന്ദു ഔസുമായ മഹാനവറുകളെ ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ. ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ. അതാ ഞാൻ പറഞ്ഞത്, ഇത് എഴുതിയ ആൾക്ക് തമ്പുരാനിൽ വിശ്വാസമില്ല എന്ന്. അയാള് വല്ല ആലിമാന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യമില്ല. കാരണം എന്താ? അയാളെ വിശ്വാസം മഴ വർഷിപ്പിക്കുന്നത് മുഹീദ്ദീൻ ശൈഖാണ് എന്നാ. വെള്ളമൊഴിക്കുന്നത്, അരുവി ഒഴിക്കുന്നത് മുഹീദ്ദീൻ ശൈഖാണ് എന്നാണ് ഇയാൾ വിശ്വസിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം കാന്തപുരം സുന്നികളുടെ നേതാവ് പരിഭാഷ എഴുതുമ്പോഴെങ്കിലും ഒരു അടിക്കുറിപ്പിട്ട് അടിയിൽ കൊടുക്കാമായിരുന്നു. ഈ വിശ്വാസം മുസ്ലിമിന്റെ വിശ്വാസമല്ല, മുസ്ലിമിന്റെ വിശ്വാസം മഴ വർഷിപ്പിക്കുന്ന തമ്പുരാനാണ് എന്നാണ്. എന്നെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ നമുക്ക് അത് പറഞ്ഞ് പിടിച്ചു നിൽക്കാമായിരുന്നു. പക്ഷേ ഇതിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുകയാണ്, ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ എന്ന് ഇതിന്റെ 10ാമത്തെ പേജിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ വിശ്വാസം മാ അന അലൈഹി വസ്വഹാബി എന്ന് പറഞ്ഞ അതിന് പ്രവാചക സുന്നത്തിലാണോ സ്വഹാബത്തിന്റെ ഇത്തിഫാഖിലാണോ ഉള്ളത്? സമസ്തക്കാരാണോ സ്വർഗത്തേക്ക്? സമസ്തക്കാരാണല്ലോ സ്വർഗത്തേക്ക്. 72 നരകത്തിൽ പോകുമ്പോ സ്വർഗത്തിൽ പോകുന്ന 73ാമത്തെ കക്ഷി സമസ്തക്കാരി എന്നല്ലേ? കാരണം എന്താ പറഞ്ഞത്? നബിയും സഹാബികളും പഠിപ്പിച്ച ആദർശം സ്വീകരിക്കുന്നു. ചോദിക്കട്ടെ, അല്ലാഹു റസൂൽ എവിടെയാണ് പഠിപ്പിച്ചത്? മുഹീദ്ദീൻ ശൈഖാണ് മഴ വർഷിപ്പിക്കുന്നത്, മുഹീദ്ദീൻ ശൈഖാണ് വെള്ളമൊഴിക്കുന്നത്, മുഹീദ്ദീൻ ശൈഖാണ് അരുവി ഒഴിക്കുന്നത്. എവിടെ റസൂൽ പഠിപ്പിച്ചത്? എവിടെ സ്വഹാബത്ത് വിശ്വസിച്ചത്? വിശ്വാസ രംഗത്ത് മാ അന അലൈഹി വസ്വഹാബി എന്ന് പറയാൻ സമസ്തക്കാർക്കാണോ മുജാഹിദീങ്ങൾക്കാണോ അർഹതയുള്ളത്? മുജാഹിദീങ്ങളുടെ വിശ്വാസം എന്താ? മഴ പെയ്യിപ്പിക്കുന്ന അള്ളയാണ് എന്ന, അരുവി ഒഴിക്കുന്നത് പടച്ചോനാണ് എന്ന, വെള്ളം ഒഴിക്കുന്നത് തമ്പുരാനാണ് എന്ന. പക്ഷേ തമിഴ്നാട്ടിലെ കിഴക്കൻ സ്വദേശി സലഖത്തുല്ലാഹിൽ ഖാഹിരി 315 കൊല്ലം മുമ്പ് മരിച്ചുപോയ ആളാ.
അയാൾ എഴുതി വെച്ചു. അത് അപ്പടി പറഞ്ഞൊരു കാര്യം മൊയ്തീൻകുട്ടി മുസ്ലിയാര് മലയാളത്തിലും എഴുതി. വെള്ളമൊഴിക്കുന്നതും മഴ പെയ്യിപ്പിക്കുന്നതും തമ്പുരാനല്ല, പിന്നെ മുഹീദ്ദീൻ ശൈഖാണ് എന്ന ഈ വിശ്വാസം സുന്നത്തിലാണോ ജമാഅത്തിലാണോ ഉള്ളത്? ഒന്ന്. ഇനി നിങ്ങളുടെ വിശ്വാസത്തിന്റെ മറ്റൊരു ഭാഗമാണ് കൊടുത്ത കഴിവ് എന്നാണല്ലോ, എന്നാൽ കൊടുക്കാത്ത കഴിവെന്ന് ചോദിക്കുന്നുണ്ട്. കൊടുത്ത കഴിവ് മാത്രമല്ല, കൊടുക്കാത്ത കഴിവെന്ന് ചോദിക്കുന്നുണ്ട്. ഏതാ കൊടുക്കാത്ത കഴിവ്? മുഹീദ്ദീൻ ശൈഖ് സ്വന്തമായുള്ള കഴിവ്. ഞാൻ ഈ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞെന്ന് വെച്ചാല് ഇവിടെ പറഞ്ഞത് മുഹീദ്ദീൻ ശൈഖ് അതേപോലെ നമ്മുടെ ഇവർക്കൊക്കെ അല്ലാഹ് പല കഴിവും കൊടുത്തിട്ടുണ്ട്. എന്നാൽ കൊടുക്കാത്ത കഴിവ് കൊണ്ട് മുഹീദ്ദീൻ ശൈഖ് സഹായിക്കുമെന്നാണ് നിങ്ങൾ തന്നെ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇത് അൽ-ദഖീറത്തു സഫിയ്യ ബിശറഹിൽ ഖസിയത്തുൽ ഖുത്ബിയ്യ എന്ന പുസ്തകമാണ്. അഥവാ ഇപ്പറഞ്ഞ ഖുത്ബിയ്യത്ത്, ആ ഖുത്ബിയ്യത്തിന് അറബിയിലൊക്കെ ഷറഹ്, അറബിയിൽ എഴുതിയ കിതാബായി എന്ന വിശ്വാസം. ഒരു 50-100 കൊല്ലം കഴിഞ്ഞാൽ അതൊക്കെ കാര്യപ്പെട്ട കിതാബായി മാറും. ഈ ഷറഹിന് മറ്റൊരു ഷറഹ് വേറെ ആരെങ്കിലും എഴുതും, അതോടുകൂടി ഇതിന്റെ കനം കൂടും, കുറച്ച് കട്ടി കൂടും, അവന് കിതാബായി മാറും. വലിയ ആധികാരികമായ രേഖയായി പിന്നീട് ഇത് ഉദ്ധരിക്കുന്ന കാലം വരും. എന്നാൽ ഈ പുസ്തകത്തിന് അൽ ഫഖീർ അബൂ മുഹമ്മദ് അൽ വൈലത്തൂരി അൽ മലൈബാരി, വൈലത്തൂക്കാർ അബൂ മുഹമ്മദ് മുസ്ലിയാർ, ഇത് ഇറക്കുന്നത് മക്തബത്തുൽ ബദ്രിയ കോട്ടക്കലുള്ള ബദ്രിയ ബുക്ക് സ്റ്റാൾ, തള്ളാമ്പറ്റുള്ള ഏപ്പിക്കാല ബുക്ക് സ്റ്റാളാ ബദ്രിയ ബുക്ക് സ്റ്റാൾ. ഞാൻ ഇന്നും കയറിയത് ആ ബദ്രിയ ബുക്ക് സ്റ്റാൾ ഇറക്കുന്ന അൽ-ദഖീറത്തു സഫിയ്യ ബിശറഹിൽ ഖസിയത്തുൽ ഖുത്ബിയ്യ. ഇതിൽ എഴുതുകയാണ്. എന്താ എഴുതുന്നത്? ശൈഖിനെ പറ്റി പറയാം. ശൈഖ് ഒരു ദിവസം തഫ്രീഹുൽ ഖാത്ത് എന്ന കിതാബുണ്ട്. എന്താണുള്ളത്? അന്നഹു മർറയൗമൻ ഫീ മഹല്ലത്തിൻ ഫറഅ മുസ്ലിമൻ വനസ്റാനി യതജാദലാനി ഫീ ഈസാ വ മുഹമ്മദ് അലൈഹിമസ്സലാം. അതായത് മുഹീദ്ദീൻ ശൈഖ് ഒരു ദിവസം നടന്നു പോകുമ്പോ ഒരു ക്രിസ്ത്യാനിയും മുസ്ലിമും കൂടെ തർക്കിക്കുക. എന്താ തർക്കം? ഈസാ നബിയാണോ മുഹമ്മദ് നബിയാണോ ശ്രേഷ്ഠമായത്? അപ്പൊ ശൈഖ് ചോദിച്ചു, ബിഅയ്യി ദലീലിൻ തദ്ദഈ അന്ന ഈസാ അഫ്ളൽ, ഈസാ നബി ഇസ്ലാമയാണ് അഫ്ളൽ എന്ന് എനിക്ക് പറയാൻ എന്താ തെളിവുള്ളത്? അപ്പൊ ക്രിസ്ത്യാനി പറഞ്ഞു, കാന യുഹ്യിൽ മൗത, ഈസാ നബി മരിച്ചവരെ ജീവിപ്പിക്കലുണ്ടായിരുന്നു. അപ്പൊ ശൈഖ് പറഞ്ഞു, എന്താണ്? ഇന്നീ ലസ്തു ബിനബിയ്യിൻ വലാകിൻ അത്ബാഇ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാ ഞാൻ ഒരു നബിയല്ല, ഞാൻ ഇവിടുത്തെ നബിയുടെ അനുയായി മാത്രമാണ്. ലൈൻ അഹ്യൈതു മയ്യിത, മരിച്ച ഒരാളെ ഞാൻ ജീവിപ്പിച്ചാൽ ഫഹൽ തുഅ്മിനു ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയിൽ നീ വിശ്വസിക്കുമോ? മുഹമ്മദ് നബിയിൽ നീ വിശ്വസിക്കുമോ? അദ്ദേഹം പറയാതെ വിശ്വസിക്കാം. അങ്ങനെ അരിനി ഖബറിനതീഖ, ഒരു പഴയ ഖബർ കാണിച്ചതാ എന്ന് പറഞ്ഞ ഖബറിനെ പോയി അവിടെ ചെന്ന് ശൈഖ് പറഞ്ഞത്, ആ ഖബറിലേക്ക് നോക്കി ആ മയ്യിത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശൈഖ് വിളിച്ചു, ഖും ബിഇദ്നി, എന്റെ സമ്മതപ്രകാരം എണീക്കടോ എന്ന് പറഞ്ഞപ്പോ ഫൻസഖൽ ഖബറു, ഖബർ പിളർന്നു. വഖാമൽ മയ്യിത്തു ഹയ്യ, ആ മയ്യിത്ത് ജീവനോടെ എഴുന്നേറ്റു. ഫഅസ്ലമൻ നസ്രാനി, ആ ക്രിസ്ത്യാനി മുസ്ലിമാവുകയും ചെയ്തു. ഇത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. എതിരാരങ്ങളാട്ടൻ മൊയ്തീൻ സായിദി, എല്ലാവർക്കും അറിയാം, കൊളംബം മൊയ്തീൻ എന്ന് പറഞ്ഞ മൊയ്തീൻ സായിദി, അയാളാണ് മലയാളത്തിൽ എഴുതിയത്. ഇനി പോയി ചോദിച്ചോക്കെ മൂപ്പരുത്തുണ്ടാവും അതിന്റെ മലയാളം കോപ്പി. അറബിയിലും മലയാളത്തിലും എഴുതിവിട്ടൊക്കെ എന്ത്? സ്വന്തം സമ്മതപ്രകാരം എണീക്കടോ. ഈസാ നബിയോ കുംബി ഇതിനില്ല, ഖുർആൻ പഠിപ്പിച്ചു അള്ളാഹിന്റെ അനുമതി പ്രകാരം എണീക്കുകയെന്ന്. ഈസാ നബി ഇസ്ലാം പറയുമ്പോ മരിച്ചുപോയ ആളുകൾ ജീവിക്കാനുണ്ടായിരുന്നുവെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നാ അതിനെ മറികടന്നുകൊണ്ട് ശൈഖ് പറയുന്നത് കുംബി ഇതിനി, എന്റെ സമ്മതപ്രകാരം എണീക്കുകയെന്ന് പറയുമ്പോ അയാൾ എണീറ്റുവെന്നാ. അപ്പൊ കൊടുത്ത കഴിവ് മാത്രല്ല, കൊടുക്കാത്ത കഴിവുണ്ട്. കൊടുത്ത കഴിവ് മാത്രല്ല, കൊടുക്കാത്ത കഴിവുണ്ട്. കൊടുത്ത കഴിവ് എന്ന വാദം തന്നെ ശരിയല്ല. ഇനി അടിസ്ഥാനത്തിൽ ചോദിക്കുന്നതും ശരിയല്ല. ഇനി കൊടുക്കാത്ത കഴിവുകൊണ്ടും ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ കുംബി ഇതിനി എന്ന് സ്വന്തം സമ്മതപ്രകാരം എണീക്കടോ എന്നൊരു മാതൃക റസൂലാണോ പഠിപ്പിച്ചത്, സ്വഹാബത്താണോ പഠിപ്പിച്ചത്? രണ്ടാലൊന്നുണ്ടെങ്കിലല്ലേ മാ അന അലൈഹി വസഹബി എന്നാവാ. അടുത്തങ്ങൾ പറഞ്ഞു, റസൂൽ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, റസൂൽ ഖബറിനെ പോയിട്ട് കുംബി ഇതിനി എന്ന് പറഞ്ഞപ്പോ എണീറ്റു. അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് സ്വഹാബികളെയും കൂട്ടി ഖബറിനെ ചെന്ന് കുംബി ഇതിനി എന്ന് പറഞ്ഞപ്പോ എണീറ്റുണ്ടോ കൊടുന്നോ? എങ്കിൽ ആ വിഷയത്തിൽ മാ അന അലൈഹി വസഹബി സമസ്ത കാലം അംഗീകരിക്കാം.
അല്ലാത്തത്തോളം കാലം അത് കേവലമായ വാദം മാത്രമായി അവശേഷിക്കുകയാണ്. അപ്പൊ രണ്ട്, ഒന്ന് ഈ പറഞ്ഞ മഴ വർഷിപ്പിക്കുന്ന അള്ളാഹുവാണ് എന്ന വാദം സുന്നത്തിലാണോ സ്വഹാബത്തിന്റെ ഇജ്മായിലാണോ ഉള്ളത്? കൊടുക്കാത്ത കഴിവ് സ്വന്തം കഴിവ് കൊണ്ട് എണീക്കാൻ പറയുന്ന ഇത് ഈ വിശ്വാസം സുന്നത്തിലാണോ സ്വഹാബത്തിന്റെ ഇജ്മായിലാണോ ഉള്ളത്? എവിടെയുള്ളത് നിങ്ങൾ ചോദിക്കുക, അന്വേഷിക്കുക, അത് പറയുക. അല്ലാതെ സമസ്തക്കാർ സ്വർഗത്തില് എന്നാണ് വീമ്പളിക്കുന്നതുകൊണ്ട് കാര്യമില്ല. മുജാഹിദുകൾ പറയുന്നു ഈ വാദത്തിനെതിരായിട്ടാണ്, ഈ വിശ്വാസത്തിനെതിരായ വിശ്വാസമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വിശ്വാസം, സ്വഹാബത്തിന്റെ വിശ്വാസം. കാരണം എന്താ? അവരൊക്കെ പഠിപ്പിച്ച ആ രീതിയിലാണ്. തമ്പുരാൻ തീരുമാനിച്ച അപ്പുറം പോകാൻ ഒരു ശക്തിക്കും സാധ്യമല്ല, ഒരു വ്യക്തിക്കും സാധ്യമല്ല എന്നാണ് ഖുർആനും ഹദീസും കൃത്യമായി പഠിപ്പിക്കുന്നെങ്കിൽ പിന്നെ ഇത് ഖുർആനോടോ സുന്നത്തിനോടോ സ്വഹാബത്തിന്റെ ഇജ്മാഇനോടോ യോജിക്കുന്നതല്ല. ഈ വക വിശ്വാസം വെച്ച് പുലർത്തി ഇത് ആളുകൾ പ്രചരിപ്പിച്ച് ആ അന്ധവിശ്വാസത്തിലേക്ക് ആളെ കൂട്ടാനല്ലേ മുസ്ലിയാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് കുഴപ്പത്തിറങ്ങിയ നോട്ടീസാ. എന്താ? വരൂ ആത്മീയ തീരങ്ങളിലേക്ക്, വരൂ ആത്മീയ തീരങ്ങളിലേക്ക്. കുഴിപ്പുറം യൂണിറ്റ് SSF SBS ഒരുക്കുന്ന ഒരു ഏകദിന സിയാർത്ത് യാത്ര ആത്മീയ തീരങ്ങൾക്ക്. ഏതാ തീരം നോക്കാം. 19/5/2006 വെള്ളിയാഴ്ച പുറപ്പെടുക്ക പറഞ്ഞിട്ട് പിന്നെ പറയാം. യാത്രയിൽ 1 OK ഉസ്താദ് മൂപ്പര മക്കബറ, 2 ചെറുശോല ഉസ്താദ്, 3 കക്കിടിപ്പുറം മക്കാം, 4 ഐലക്കാട് മക്കാം, 5 തൃശൂർ മൃഗശാല. 1-ാം നമ്പർ ആത്മീയ കേന്ദ്ര മൂലമാർക്ക് പറ്റിയ ആത്മീയ കേന്ദ്ര തൃശൂർ മൃഗശാല. വരൂ ആത്മീയ തീരങ്ങളിലേക്ക്. എന്നിട്ട് 6 പാലക്കാട് മഞ്ഞക്കുളം, 7 അമ്പംകുന്ന് മക്കാം, 8 മലമ്പുഴ ഡാം. കണ്ടങ്ങള് SSF SBS ഒരുക്കുന്ന ആത്മീയ തീരങ്ങളിലേക്ക് വിളിച്ചുകൊണ്ടാ സിയാർത്ത് യാത്ര. എവിടേക്കാ സിയാർത്ത്? തൃശൂർ മൃഗശാലയ്ക്ക്. ഇനി അതിനും ആയത്തോന്നും മൃഗങ്ങളെ കാണാൻ തെളിവുണ്ട് എന്നിട്ട് ആയത്തോന്നും നമ്മൾ ഓതിക്കോടി, നമുക്കതല്ല വിഷയം. പക്ഷെ അത് ആത്മീയ യാത്ര ആക്കാൻ ഞാൻ മതി, അതാ നമുക്ക് വിഷയം. അപ്പൊ ഞാൻ അതിനേക്കാരായത്ത് കാര്യമായിട്ട് ഞാൻ അടുത്ത പ്രസംഗം അതായിരിക്കും. എന്താ റസൂല് മൃഗത്തിന് ഉപയോഗിച്ചിട്ടില്ല, റസൂല് ഒട്ടത്തിന് പുറത്ത് കയറിയിട്ടില്ല, അതൊക്കെ പറയും, അതൊക്കെ പറഞ്ഞോളി. പക്ഷേ ആത്മീയ യാത്ര എന്ന പേരിൽ ഇത് സുന്നത്തിലാണോ അതല്ല സ്വഹാബത്തിന്റെ ഇജ്മാഇലാണോ ഉള്ളത്? കഴിഞ്ഞില്ല. 9 മയ്യോട്ടിച്ചിറ മക്കാം, നാട്ടുകല്ല് മക്കാം, കാഞ്ഞിരപ്പുഴ ഡാം, ടിപ്പു സുൽത്താൻ കോട്ട, ഉടമര മക്കാം, ചാപ്പനങ്ങാടി. 14 സ്ഥലം. അതില് തൃശൂർ മൃഗശാല, മലമ്പുഴ ഡാം, കാഞ്ഞിരപ്പുഴ ഡാം, ടിപ്പു സുൽത്താൻ കോട്ട. 4 ഇതാ. ബാക്കി 10 ഉള്ളൂ. 10 ഉള്ളത് ഇവിടെയൊക്കെ തന്നെ. ഇവിടെ ചെറുസ്ഥാനം മക്കബറ, OK സ്ഥാനം മക്കബറ, ചാപ്പനങ്ങാടി ഒക്കെ ചുറ്റുപാത്രത്തിൽ എവിടെയും കാണിച്ചിട്ട്. അപ്പൊ സംഗതി ടൂറാ. അപ്പൊ SSFന്റെ പേരിൽ ഇപ്പൊ ഇവിടേക്ക് ടൂർ പോകാൻ വെച്ചാൽ അപ്പം എന്ത് ചെയ്യാ? സിയാർത്ത് യാത്ര എന്നാക്കിയവന് കുഴപ്പമില്ല. യാത്ര ലക്ഷറി വീഡിയോ കോച്ച് ബസ്, വീഡിയോ കോച്ചുണ്ട്. യാത്ര നിരക്ക് 200 രൂപ. ഇത് പരസ്യമില്ലട്ടോ, ഞാൻ കണ്ടാണ് പോകാൻ നിൽക്കണം. പഠിച്ചോനെ ഇങ്ങനെ ഒരു യാത്ര നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് കരുതി SSFനെ കണ്ടാണ് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാൻ നിൽക്കണ്ട. ഇതിനെ കൂടെ വേണമെങ്കിൽ നമുക്ക് കോവളം കൂടി കൂട്ടിയ 1-ാം നമ്പർ ആത്മീയ ആയിരുന്നു. എന്നാ പിന്നെ തേച്ചായി മൂലമാർക്ക്. കാരണം ആത്മീയ തീരങ്ങളിലേക്കാണ് അതിൽക്കാണ് ഇവർക്ക് പോണത്, തൃശ്ശൂർക്ക് പോണത്. സഹോദരന്മാരെ ആര് പഠിപ്പിച്ചു? ഇത് സമസ്തക്കാരെ സ്വർഗത്തേക്ക് എന്ന് പറഞ്ഞാൽ പോരാ. ഖുർആനിലുണ്ടോ, സുന്നത്തിലുണ്ടോ, സ്വഹാബത്തിന്റെ ഇജ്മാഇലുണ്ടോ? മാ അന അലൈഹി വസഹാബി. അത് എവിടെയുള്ളത്? അതാ പറയേണ്ടത്. മാ അന അലൈഹി വസഹാബി. അതേ സ്വർഗത്തുക്കുള്ള തർക്കം ഞങ്ങളും തമ്മിൽ. നിങ്ങളും പറഞ്ഞാൽ തന്നെ ഞങ്ങളും പറഞ്ഞത്. ഞങ്ങൾ പറയുന്നു ഇത് പ്രവാചകന്റെ പാതയിൽ ഇല്ല, സ്വഹാബത്തിന്റെ പാതയിൽ ഇല്ല. സിയാർത്തുണ്ട്. പക്ഷേ സിയാർത്ത് ഉദ്ദേശിച്ച് ഇങ്ങനെയൊരു യാത്ര, പ്രത്യേകമായി യാത്ര കെട്ടിപ്പുറപ്പെടുന്ന ശൈലി പ്രവാചകൻ പഠിപ്പിച്ചിട്ടേ ഇല്ല എന്ന് മാത്രമല്ല തിരിച്ചാണ് പഠിപ്പിച്ചത്. റസൂൽ പറഞ്ഞു, ലാ തുശദ്ദു റിഹാൻ ഇല്ലാ ഇലാ 3 മസാജിദ. 3 പള്ളികളിലേക്കല്ലാതെ യാത്ര കെട്ടി പുറപ്പെടാൻ പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഒന്ന് റസൂലുള്ളാഹിന്റെ പള്ളി മസ്ജിദ് നബവി, മറ്റൊന്ന് മസ്ജിദ് ഹറാം, 3-ാമത് ബൈത്തുൽ മുഖദ്ദസ്. ഈ 3 പള്ളിയിലേക്കല്ലാതെ പ്രത്യേക പുണ്യമുദ്ദേശിച്ച് യാത്ര കെട്ടി പുറപ്പെടാൻ പാടില്ല എന്ന പ്രവാചക വചനത്തെ
കൊഞ്ഞനം കുത്തിക്കൊണ്ടല്ലേ ഈ വക യാത്ര ഉണ്ടാക്കുന്നത്. ഇത് സുന്നത്തിലുണ്ടോ, സ്വഹാബത്ത് ഇജ്മാലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം ആ കിതാബ് വായിക്കി. ഇതാ ഇന്ന കിതാബിലുണ്ട്, റസൂലും സ്വഹാബികളൊക്കെ പാടെ കൂടി ഇങ്ങനെ ഒരു 8-10 ഖബർ തിരഞ്ഞെടുത്ത് ആ ഖബറിലേക്ക് പോയി എന്നുണ്ടോ കാണിക്കി. അതാ വേണ്ടത്. റസൂൽ ഉഹദ് സ്വഹാബികളെ ഖബർ സിയാറത്ത് ചെയ്യുന്ന ഹദീസുണ്ട്. അതുകൊണ്ടല്ല കാണണ്ട, അത് ഈ കൊലത്തുള്ള യാത്രയല്ല. ഖബർ സിയാറത്തിന് മുജാഹിദുകൾ എതിരല്ല. മുജാഹിദുകൾ ഖബർ സിയാറത്ത് ചെയ്യാറുണ്ട്, ചെയ്യണമെന്ന് പറയാറുണ്ട്, പുണ്യമാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. തർക്കമില്ലാത്ത വിഷയമാണ്, അതേക്കുറിച്ച് പറയേണ്ടതില്ല. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാല് ഞാൻ അടുത്തിന് അതാ പറയാ ഖബർ സിയാറത്ത്. അപ്പൊ അത് പറയേണ്ടെന്ന് കരുതിയിട്ടാ ഇങ്ങനെ പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തില് ഈ വക തട്ടിപ്പുമായി വന്ന് ആളുകളെ ആത്മീയ കേന്ദ്രമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇതിലൊക്കെ പറഞ്ഞ കൊടുത്ത കഴിവും കൊടുക്കാത്ത കഴിവും സ്വന്തമുള്ള കഴിവൊക്കെ പാടെ ഉണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളിലേക്ക്, അവിടെ കേന്ദ്രങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്നത് ശിർക്കാണ് എന്ന മുജാഹിദീങ്ങൾ പറയുന്നത്. അവിടെ പോയി പ്രാർത്ഥിക്കാനും അവിടെ പോയി നേർച്ച നേരാനും അവിടെ പോയി സങ്കടം പറയാനും പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബികൾ ചെയ്തിട്ടില്ല, അവരങ്ങനെ പറഞ്ഞിട്ടുമില്ല. എന്നിട്ട് പോണവർക്ക് ജാറം തന്നെ കൂട്ടുക. എവിടേക്കാ പോണ? ഒന്ന് ബീരാൻ ഔലിയപ്പാപ്പാണ് ജാറത്തേക്ക, അമ്പങ്കുന്ന് ബീരാൻ ഔലിയപ്പാപ്പാണ് ജാറത്തേക്കാണ് ഒന്നാമത് കൊണ്ടുള്ള. ആരാ ബീരാൻ ഔലിയപ്പാപ്പ? ഓരൊക്കെ പുസ്തക ബീരാൻ ഔലിയപ്പാപ്പ KVM പന്താവൂര്, KV മുഹമ്മദ് മുസ്ലിം എന്ന് പറയുന്ന സംഘായുണ്ട് പന്താവൂര്. അയാൾക്ക് ആകെയുള്ള പണി എന്താ? ഉള്ള കള്ളക്കഥയൊക്കെ എഴുതിണ്ടാക്കി പുസ്തകമാക്കി ഇറക്കല. ഇപ്പൊ ചിലര് പറയാതെ തുടങ്ങി അയാൾക്ക് മാനസികമാണ്. ഞങ്ങള് പണ്ടേ പറഞ്ഞു, ഇവർക്ക് ഇപ്പൊ മനസ്സിലായി. എല്ലാ വിഷയം അങ്ങനെയാണല്ലോ. മുജാഹിദീങ്ങൾ ആദ്യം പറയും ഒരു 25 കൊല്ലം കഴിയുമ്പോ സുഞ്ഞാളാ ശരിയാട്ടോ എന്ന് പറയും. ശരിയാന്ന് പറഞ്ഞില്ലെങ്കിൽ ആ കാര്യം പോലും പറയാൻ തുടങ്ങും. ശരിയാന്ന് പറഞ്ഞെന്താ? അത് മുജാഹിദീങ്ങൾ അംഗീകരിക്കലായി. ഇതാണ് ബീരാൻ ഔലിയപ്പാപ്പയെ കുറിച്ച് KV മുഹമ്മദ് മുസ്ലിയാരുടെ പന്താവൂര് എഴുതിയൊരു പുസ്തകം. ഇതില് പറയുന്നത് ആരാണ് ബീരാൻ ഔലിയപ്പാപ്പ ശരിക്ക് പറയുന്നത്? ബീരാൻ ഔലിയപ്പാപ്പ യഥാർത്ഥത്തിൽ ഔലിയാണോ അതല്ല ബുദ്ധിഭ്രംശം സംഭവിച്ച ആളാണോ എന്നറിയാൻ ഈ പുസ്തകം വായിച്ചാൽ മതി. നമ്മൾ അദ്ദേഹത്തെ ആക്ഷേപിക്കല്ല, അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം ഒരു പക്ഷേ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചുകൊണ്ട് പലതും പറഞ്ഞേക്കാം, പലതും കാട്ടിയേക്കാം. പക്ഷെ അതൊക്കെ ആത്മീയതയാണ് എന്നും പറഞ്ഞ്, അതൊക്കെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് അത് എതിർക്കുന്നവര് ഇസ്ലാമിനെതിരാണെന്ന് പറയുന്നത് ശരിയല്ല എന്ന് നമ്മൾ പറയുന്നുള്ളൂ. ഈ പുസ്തകത്തിൽ കാര്യമായി പറഞ്ഞെന്താ? ബീരാൻ ഔലിയപ്പാപ്പനെ ദിക്റ. മുജാഹിദീങ്ങൾ കുറെ കേട്ടതായിരിക്കും, എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതില് 10ാമത്തെ പേജില് ബീരാൻ ഔലിയപ്പാപ്പച്ചന് കുറെ ദിക്ർ പറയുന്നുണ്ട്. ഇതില് പറയാന്ത് ബീരാൻ ഔലിയപ്പാപ്പ സാധാരണ പരിചയമില്ലാത്ത കുറെ ദിക്റാ ചെല്ലത്. ആർക്കും പരിചയമില്ലാത്ത, എവിടെയും കേട്ട് കളിപ്പില്ലാത്ത ദിക്ർ മൂപ്പ തൊള്ളി എന്താ വരിക അതാണ് ചെല്ലുന്ന. അതിന് സാമ്പിൾ കൊടുത്തുക 10ാമത്തെ പേജിൽ കണ്ടോ എന്താ പറയുന്നത്? ഇതില് പറയാ ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ കയ്യ ഇല്ലല്ലാ, ലാ കാല ഇല്ലല്ലാ, ലാ ഖൽബ ഇല്ലല്ലാ, ലാ അർള ഇല്ലല്ലാ, ലാ സമാ ഇല്ലല്ലാ, ലാ നുജൂമ ഇല്ലല്ലാ, ലാ ശംസ ഇല്ലല്ലാ, ലാ ഖമറ ഇല്ലല്ലാ, ലാ ശജറ ഇല്ലല്ലാ, ലാ ഹജറ ഇല്ലല്ലാ എന്നിങ്ങനെ എണ്ണി പോകാന്താ. അർളും സമാവും ആകാശം ഭൂമിയും മരവും കല്ലും മുള്ളും എല്ലാം കയ്യും കാലും കണ്ണും മൂക്കും നാക്കുമെല്ലാം അതൊക്കെ എന്താണ്? അതൊന്നുമില്ല ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ. അപ്പൊ അതൊക്കെ തന്നെയാണ് പഠിച്ചോൻ തന്നെയാണ്. അത് മാത്രമല്ല കുറച്ചെണ്ണ പോയി അങ്ങേപ്പെട്ടെന്താ? ലാ തല വലാ വാല ഇല്ലല്ലാ. 1,00,000 വട്ടം ചെല്ലാല, ഒന്നൊന്നല്ല. വെറുതെ നിൽക്കാനാണ് പോയിക്കോട്ടെ വിചാരിക്കും. പക്ഷെ സുഖല്യായിട്ട് പിന്നെ ആൾക്ക് കൊടുക്കുന്ന ചികിത്സ എന്ത്? ചെല്ലിക്കോ എന്തായാലും ഇനിയുണ്ടോ? ഉണ്ടെന്താ? ലാ തല വലാ വാല ഇല്ലല്ലാ ഇല്ലല്ലാ. 1,00,000 വട്ടം ചെല്ലണത്. ലാ തല വലാ വാല ഇല്ലല്ലാ. അപ്പം ഓരേ മലപ്പഴ അത് ശരി തന്നെയാണ്. അർത്ഥം വഹാബിക്ക് തിരിയാത്തോണ്ടാണ്. അതിന് അർത്ഥം വഹാബിക്ക് തിന്നിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു ഇവിടുത്തെ SSF യൂണിറ്റിന്. അടുത്ത പ്രാവശ്യം വാഴെക്കുമ്പോ പറ്റുമെങ്കിൽ നിങ്ങൾ വാഴലിന്റെ അവസാനം അല്ലെങ്കിൽ തുടക്കത്തിന് മൗലായല്ലുണ്ടല്ലോ, അവസാനിക്കുമ്പോ സലാത്തല്ലുണ്ടല്ലോ, അടുത്ത പ്രാവശ്യം ചെല്ലിങ്ങൾ ഒരു 1000 വട്ടെങ്കിലും ലാ തല വലാ വാല ഇല്ലല്ലാ. പറ്റുങ്ങൾക്ക് ഇത് ശരിയാണ് ഈ ചെല്ലിങ്ങൾ. അങ്ങനെ ശരിയാന്ന് പറഞ്ഞാൽ പോരാ, മുജാഹിദുകൾ പറഞ്ഞാൽ പോരാ. നിങ്ങൾ നടപ്പാക്കി ഈ ഇതിന് മറുപടി വെക്കുകയാണെങ്കിൽ ആ സ്റ്റേജിൽ അവസാനം 10 മിനിറ്റെങ്കിലും ഇനി നമുക്ക് ഏതായാലും നമ്മുടെ ബിനാരി പാപ്പാനെ ഖബറിലേക്ക് പോവാണ്, മൂപ്പര് പഠിപ്പിച്ച ദിക്ർ ചൊല്ലിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ അവസാനത്തെ ഒരു 10 മിനിറ്റ് ലാ തല വലാ വാല ഇല്ലല്ലാ എന്ന്
കാമില് ചൊല്ലിക്കൊടുക്കുക, മറ്റൊരു കാമിലായിട്ട് ഒപ്പം കൂടുക, നോക്കുക പറ്റുക. അപ്പോഴത് അംഗീകരിച്ചു പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ശരിയാണ് പറഞ്ഞാൽ പോരാ. എന്താ നടപ്പാക്കാത്തത്? പള്ളിക്കുണ്ടല്ലോ മുഹീദ്ദീമാല, പള്ളിക്കുണ്ടല്ലോ റിഫായിമാല, പള്ളിയുണ്ടല്ലോ കുത്തുബിയത്ത്, പള്ളിയുണ്ടല്ലോ സലാത്ത്, അവണ്ടല്ലോ മൗലീദ്. ദർസ് കുട്ടിയാക്കി വരെ കൊടുക്കുന്ന പ്രത്യേക കോച്ചിങ്ങിന്റെ കൂട്ടത്തില് പൊന്നമ്പിളി പരിചയപ്പെടുത്തിയ എന്താ മുഹീദ്ദീമാലും റിഫായിമാലും പാടാൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നാ എന്തേ ഇത് പഠിപ്പിക്കാത്തത്? എന്തേ പള്ളി ദിക്റുഹൽക്കയില് ഇത് ചെല്ലാത്തത്? നല്ലതാണ് അഭിപ്രായമുണ്ടെങ്കിൽ, ഇത് ശരിയാണ് അഭിപ്രായമുണ്ടെങ്കിൽ, ഇത് സ്വർഗത്തിലേക്കുള്ള ദിക്റാണെങ്കിൽ എന്തേ ചൊല്ലാത്തത്? സ്വർഗത്തിലേക്കുള്ള അമൽ ചെയ്യണമെന്നല്ലേ പ്രവാചകൻ പഠിപ്പിച്ചത്? ചെല്ലി നിങ്ങൾ അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാലോ. അപ്പൊ ലാ തല വലാ വാല ഇല്ലല്ലാ കഴിഞ്ഞിട്ടില്ല, വീണ്ടും പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ബാക്കിയായി ഇങ്ങനെ പോന്നിട്ട് തന്നെ പിന്നെ പറയുന്നത് ലാ കുര ഇല്ലല്ലാ. അത് കുരച്ച് വന്നാക്ക്, കുരച്ച് ഇടങ്ങാറായി ശൈഖിനെ മുന്നിക്ക് വരാന്ത് കൊര മാറാൻ വേണ്ടി. അപ്പൊ കൊടുക്കാൻ നിൽക്കുന്നതാ ലാ കുര ഇല്ലല്ലാ. അത് കഴിഞ്ഞാ പിന്നെ മറ്റൊരാള് വരെന്ത് വാദം പിടിച്ചിട്ട്, അപ്പൊ അയാൾക്ക് ലാ വാദം ഇല്ലല്ലാ. ദിവസം എത്ര ചൊല്ലണം? 12 ലക്ഷം. 12 ലക്ഷം. ഏത്? ലാ വാദം ഇല്ലല്ലാ. കൂട്ടിക്കോളുങ്ങൾ ദിക്റുഹൽക്കതും കൂടി. ഏതായാലും സലാത്ത് നഗറും അതേപോലെ പല സൈസും നമുക്കുണ്ടല്ലോ. അവിടെ എന്നും ഈ നാട്യാസനത്ത് ചെല്ലുമ്പോ കൂട്ടത്തിൽ എന്ത് ചെയ്യുക? അതും കൂടി കൂട്ടിങ്ങൾ അടുത്ത പ്രാവശ്യം 12 ലക്ഷം എങ്കിലും ഒരു 12 വട്ടെങ്കിലും ചെല്ലിങ്ങൾ. ലാ വാദമില്ലല്ലാ, ലാ കൊരയില്ല. ഏതായാലും ഇപ്പൊ വരുന്ന കൂട്ടത്തിൽ വാദമുള്ളവരുണ്ടാവും, കൊരയുള്ളവനുണ്ടാവും, അതേമാതിരി എല്ലാ സൈസും ഉള്ളവരുണ്ടാവും. ഓനോടൊക്കെ മാറിക്കോട്ടെ എന്ന് പറഞ്ഞുടുക്കി ബിലാലെ പാപ്പ പഠിപ്പിച്ചതല്ലേ, എന്തിനാ നമ്മൾ തള്ളണത്? അതേപോലെ മൂപ്പടുത്തേക്ക് ഇവരെന്ത് മോനെ കാണാനിട്ട്, പാപ്പ മോനെ കാണാനില്ല. അപ്പൊ എന്താ ദിക്റ്? ചെല്ലിക്കടോ ദിക്റ്. എന്താ ദിക്റ്? ലാ പുത്രൻ ഇല്ലല്ലാ, അതേപോലെ ലാ ബാപ്പ ഇല്ലല്ലാ, ലാ ഉമ്മ ഇല്ലല്ലാ. ഹെഡിങ്ങനതാ, ആ ഭാഗത്തിലെ ഹെഡിങ് തന്നെ എന്ത്? ലാ പുത്രൻ ഇല്ലല്ലാ, ലാ ബാപ്പ ഇല്ലല്ലാ, ലാ ഉമ്മ ഇല്ലല്ലാ. എടോ സഹോദര, ആലോചിച്ചോ, ഇതാണോ സുന്നത്തമായത്? ഇതാണോ സ്വർഗത്തുള്ള പാത? ഇതാണോ മാ അന അലൈഹി വസഹബി? എന്നാ തെളിയിക്ക് നിങ്ങൾ ഹദീസ് വായിക്ക്. സമസ്തക്കാർ സ്വർഗത്തേക്ക് എന്ന് പറഞ്ഞാൽ പോരാ. സമസ്തക്കാർ അംഗീകരിക്കുന്ന ഈ ദിക്ർ ഏത് ഹദീസിൽ വന്നു, ഏത് ആയത്തിൽ വന്നു, ഏത് സ്വഹാബി ചൊല്ലി പറയി? അല്ലാഹു റസൂൽ ചൊല്ലിയോ ലാ അബ ഇല്ലല്ലാ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, സ്വഹാബികൾ ചൊല്ലിയോ ലാ ഇബ്ന ഇല്ലല്ലാ കൊണ്ടുവരൂ എങ്കിൽ അംഗീകരിക്കാം. അതാ വേണ്ടത്. അല്ല നമ്മളാ സ്വർഗത്തേക്ക് വീമ്പളക്കിയതുകൊണ്ട് കാര്യമില്ല. അത് മനസ്സമാധാനത്തിന് പറ്റുമെന്നല്ലാതെ പുറത്തു പറയാൻ പറ്റൂല. ഈ വക ഇസ്ലാമിന് അന്യമായ ദിക്ർ എന്നും പറഞ്ഞ് സലാത്ത് എന്നും പറഞ്ഞ് കൊണ്ടുവരുന്ന ഈ വക ഏർപ്പാടുകള് ഇതാണെന്ത്? അമ്പംകുന്ന് ബീരാവുലിയ പാപ്പ അവിടേക്കാണെന്ത് നമ്മളെ സിയാറത്ത് ടൂറിത് അല്ലെങ്കിൽ ആത്മീയ തീരങ്ങളിലേക്ക് പോകുന്നതിൽ ഒന്നെന്താണ്? ബീരാവുലിയ പാപ്പാന്റെ അമ്പംകുന്ന് മക്കാം. അവിടെയാണ് എന്ത് നമ്മളെ ഒരു സിയാറത്ത് ടൂർ. അപ്പൊ നീ പോണോന്ന് ചെയ്യാ, കൊരള്ളവും പോകുകയാണെങ്കിൽ അവിടെ തന്നെ പോയി ചെല്ലുക. അവന് വയറ്റുന്നോ കുറിച്ച് എന്താ ചെല്ലാന്നാ നമുക്കറിയില്ല. അല്ല വയറ്റുന്നോ കുറിച്ച് ചെല്ലുകയാണെങ്കിൽ ഓഞ്ഞിപ്പോ എന്താ ചൊല്ലാ അവിടുന്ന് പറഞ്ഞൊരു കാലം. അവിടെ കാട്ടിക്കൂട്ടൽ അങ്ങനെ തന്നെയാണ്. അവിടെ ചെന്നാല് കാട്ടിക്കൂട്ടൽ അങ്ങനെ തന്നെയാണ്. എന്താ അവിടെ നല്ല ആത്മീയ കേന്ദ്ര സാമ്പിൾ എന്ത് ചെയ്യാ? അമ്പംകുന്ന് ജാഥ ഏതായാലും കാണാൻ പോവില്ലേ? ഇവിടുന്ന് കണ്ടോളി എന്താ അമ്പംകുന്ന് ജാഥത്തിലുള്ളത്, എന്താ അവിടുത്തെ ആത്മീയത നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. അമ്പംകുന്ന് ജാഥ ഞങ്ങളിപ്പോ കാണുന്നത്, ആ ജാഥത്തില് നടക്കുന്ന ആത്മീയത എന്താ നമുക്കിത് കാണാലോ. ഏതായാലും ഇപ്പൊ നമ്മൾ യാത്ര പോവുക, എന്തൊക്കെയാ അവിടെ ഉള്ളത്? ഏതായാലും ഇപ്പൊ അഥവാ ബുക്ക് ചെയ്ത് പോകാൻ പറ്റാത്തോണ്ടെങ്കിൽ ഇപ്പൊ കണ്ടാല് കണ്ടു എന്നേ പറയാലോ. അപ്പൊ അവിടെ എന്ത് നടക്കുന്നു ശ്രദ്ധിച്ചു നോക്കുക. പാലക്കാട് ജില്ലയിലാണ് അമ്പംകുന്ന്. ആ അമ്പംകുന്ന് ജാറമാണ് നമ്മൾ കാണുന്നത്. അവിടെ നടക്കുന്ന ആത്മീയത, അത് ആത്മീയതയാണോ അതല്ല മറ്റു വലുതുമാണോ? നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്താ അവിടെ നടക്കുന്നത്?
يا سبعة يا ميمون يا عباس يا جبرائيل يا رقيعي يا ميكائيل يا بشري يا متعبي يا أحمر يا بركان يا سمرسي يا سبعة يا ميمون يا عباس لا أمكنهم بريدا. بسم الله. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. ഇതാണ് അമ്മങ്കുന്ന് ജാറം. നല്ല ആത്മീയതയാ. മോലേരും മറ്റുള്ള ഒപ്പം നിൽക്കുക, എന്നിട്ട് ഒഴിഞ്ഞൊടുക്കുക. ആത്മീയത ഉണ്ടാകല്ലോ വേണ്ടി. അതാ പറഞ്ഞത്, വരൂ ആത്മീയ തീരങ്ങളിലേക്ക്. നല്ല അതിനാ വിളിച്ചോണ്ട് പോകണം. നമുക്കറിയാം, പള്ളിയിൽ പോയാൽ ഭയങ്കര ആക്ഷേപം. ഇൻഷാല്ലാ വരുന്നുണ്ട് ആവശ്യം പള്ളി പ്രവേശനം. പക്ഷേ ഇവിടെ പോയി ഈ വക ഏർപ്പാടുക്കുന്ന സ്ഥലം, അവിടെ നടക്കുന്ന എല്ലാം ഇസ്ലാമിക. ഈ കണ്ട മുട്ടറക്കല് ആരെടുപ്പിച്ചതാ? ഇൻഷാല്ലാ വരുന്നുണ്ട് ആവശ്യം. അത് ഇസ്ലാം പഠിപ്പിച്ചോ? അപ്പൊ ഈ വക അനിസ്ലാമികമായ വിശ്വാസാചാരങ്ങൾ സമ്മേളിക്കുന്ന അത്തരം കേന്ദ്രങ്ങള്, അതാണെന്ത് അമ്പങ്കുന്ന് ജാറും അല്ലാത്ത ജാറും. ഏത് ജാറും അങ്ങനെ തന്നെയാണ്. അപ്പൊ അവിടേക്കാണ് നമ്മൾ ആത്മീയ തീരം തേടി പോകുന്ന യാത്രയിൽ നമ്മുടെ ഒരു കേന്ദ്രം അതാണ്. രണ്ടാമത്തെ കേന്ദ്രം നാട്ടുകല്ല് ജാറം. അതാണ് മറ്റൊരു കേന്ദ്രം. നാട്ടുകല്ല് നമ്മളെ പാലക്കാട് ജില്ലയിൽ ഏകദേശം താഴേക്കൂറിന് അപ്പുറത്ത് മലപ്പുറത്തിന്റെ പാലക്കാട് ഏകദേശം അതിർത്തിയിലാണ്. പെരിന്തൽമണ്ണ കഴിഞ്ഞ് താഴേക്കൂറിന്റെ അപ്പുറത്താണ് നാട്ടുകല്ല് ജാറുള്ളത്. എന്താ നാട്ടുകല്ല് ജാറം? അവിടേക്കാണ് നമ്മളെ മറ്റൊരു സിയാറത്ത് യാത്ര. നമ്മുടെ കേന്ദ്രം അതാ. അവിടെ ആരാ ഉള്ളത്? ഏതാവത്തെ വലിയ ചോദിച്ചൊക്കെ ഉസ്താദന്മാർ പറയട്ടെ. സിയാറത്ത് യാത്രക്ക് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദന്മാർ ചോദിക്കുക, സഖാഫിയോട് ചോദിക്കുക. ബുക്ക് ചെയ്യാൻ വേണ്ടി കുറെ അഡ്രസ് അടി കൊടുത്തിട്ടുണ്ട്. ആ ആളുകളൊക്കെ ചോദിക്കുക, അല്ല ഇതിലാരാ ഉള്ളത്? അവിടെ ആരാ? കല്ലൗലിയ. അവിടെ കല്ലൗലിയ പേര് നാട്ടുകല്ല് ജാറന്ന വലിയൊരു കല്ല് നാട്ടി വെച്ചേക്കുക. ഒരു കല്ല് താഴത്ത് കിടക്കും ചെയ്യാം. പേടിക്കെടുക്കല്ലേ. പിന്നെ ദീമെന്ന് മുറിച്ചിട്ടതാണെന്നാ പറയുന്നത്. ഒരു വലിയൊരു കല്ല് കുത്തനെ വെക്കുക, അതാ നാട്ടുകല്ല്. മീസാൻ കല്ല് കുത്തിയിട്ട് അത് വലുതായി എന്നാ പറയണത്. എന്നാൽ അവിടെയുണ്ട് വിളക്ക്, അവിടെയുണ്ട് തിരി, അവിടെയുമുണ്ട് പുകച്ചത് ഒക്കെ ഉണ്ട്. കാരണം എന്താ? ആത്മീയ കേന്ദ്രമാണല്ലോ. ആത്മീയ കേന്ദ്രം, അത് ആത്മീയ തീരാം. അവിടേക്കാ യാത്ര. സാധാരണ ജാരങ്ങളില് ആത്മീയതയുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം കാട്ടിക്കൂട്ടണോ അതൊക്കെ നാട്ടുകല്ലിലുമുണ്ട്. പേരെന്താ? ജാറന്ന. ആ പേരുണ്ടായാൽ മതി. നമുക്ക് പിന്നെ വേറൊന്നും ആവശ്യമില്ല. നമ്മളിപ്പോ വലിയൊരു അമ്പിട്ടിട്ട് പച്ച പൊതുപ്പിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചാൽ മതി. നടു റോഡിൽ ഔലിയ ഖദ്ദസല്ലാ ജാറം എന്ന് വെച്ചാൽ അവിടെ ദ്വൈനോളം തങ്ങപ്പാപ്പാ കാക്കണേ എന്നിട്ട് അവിടെ അപ്പ കൗമുള്ളത്. അതുകൊണ്ടാണ് ഈ വക ശിലാപൂജകൾ പോലും ഇസ്ലാമിന്റെ പേരിൽ ചെലവായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആ കല്ല് കുത്തിച്ചേക്ക. എന്നിട്ട് അവിടെ ഉള്ളത് പറഞ്ഞെന്താ? അതൊരു കബർന്ന മീസാങ്കല്ല് കുത്തിയിരുന്നു. ആ കല്ലിങ്ങനെ വലുതായി പോയപ്പോ അവസാനം മമ്പുറത്ത് ഞങ്ങൾ അടിച്ചിട്ട് ഒരു കഷ്ണം വീണ് താഴത്തേക്ക് വീണു. അവസാനം എന്തായി ചോദിച്ചാല് കബറായിട്ട് അറിയില്ല, ഇല്ല ഔലിയ ആരും അറിയില്ല, മയ്യത്ത് ഉണ്ടോ ഇല്ലേ ഉറപ്പില്ല, മൂപ്പരെ പേരെന്താ അറിയില്ല, ഔലിയ പോട്ടെ പേരെന്താ അറിയില്ല. കാരണം ആ മൂപ്പരെക്കാളും വലിയ കറാമത്ത് കല്ലിനായി മാറി. കല്ലിന്റെ വലുതായി നോക്കിയപ്പോ പിന്നെ മൂപ്പരെ കറാമത്തൊന്നുമല്ല, പിന്നെന്താണ് കല്ലിനാ കറാമത്ത്. പിന്നെ കല്ല് തൊടാനും കല്ല് മുത്താനും അതിനോട് പറയാനും അവിടെ കാശിടാനും അവിടുത്തെ വെള്ളം കുടിക്കാനും അതിനാളുള്ളത്. എന്നെ പക്കത്തും കൂടെ എളുപ്പമുണ്ടല്ലോ. പോണ വണ്ടിക്കാരൊക്കെ അവിടെ നിർത്തി കാശിട്ട് വാഹനം ഇൻഷൂർ ചെയ്ത് പോവുക. കാരണം എന്താ? പിന്നെ കുത്തൂല. അതാ അവിടെ പണിട്ടാ പിന്നെ കുത്തൂല. കല്ല് തൊട്ട് മുത്തുക അതിന് അതൊരു മടിയില്ല. കാരണം എന്താ? അത് പോലീസാക്കപ്പെട്ട കല്ല. അത് പോലീസാക്കപ്പെട്ട കല്ലെന്താ? നാട്ടുകളി ജാറല്ലേ, കല്ല് ജാറും. അപ്പൊ ആ കല്ലിന് വലിയ പ്രത്യേകത. മമ്പത്ത് ഞങ്ങൾ അടിച്ചു തല്ലിട്ടല്ലേ. അപ്പൊ എന്തായാലും എന്തെങ്കിലും പ്രത്യേകത. അതുകൊണ്ടാണ് ചവിട്ടരുത് എലിക്കുണ്ട്, ചവിട്ടാൻ പോലും പാടില്ല ആ കല്ലുമതി. എന്നിട്ട് പോകുന്ന ആളുകളെല്ലാം അവിടെ വാഹനം നിർത്തി അവിടെ പണം നിക്ഷേപിച്ച് തങ്ങളുടെ സങ്കടം പറഞ്ഞ് അവിടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ആ കല്ലിന് മുമ്പിൽ ഇറക്കി വെച്ചിട്ടാണ് പോകുന്നത്.
അവിടുത്തെ വെള്ളത്തിന് പോലും പ്രത്യേകത. സംഗതി കേറുത്തി അത് മോട്ടർ അടിച്ച് പൈപ്പ് കൂടി വരിക. പക്ഷേ ആ വെള്ളത്തിന് പോലും പോലീശ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണല്ലോ, എല്ലാത്തിനും പോലീശ. കണ്ടോ നിങ്ങളിപ്പോ കാണുന്നത് എന്താ? ആ സഹോദരൻ പോകുന്ന വഴിക്ക് നിർത്തി കാശിട്ട് കല്ല് തൊട്ട് മുത്തിയിട്ടാ പോണത്. നമ്മളറിയാനാ പോലെ. കഴിഞ്ഞ വർഷം കുറച്ച് ആരും കാണിച്ച പറഞ്ഞെന്താ, കുറെ ജാറും നമ്മളതും കൂടി കൂട്ടി യോജിപ്പിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാ. അതിനാ നമ്മള് വല്ലുസ്താദിന്റെ പൊന്മള മുഫ്തിന്റെ അല്ല അഖിലേന്ത്യാ മുഫ്തിന്റെ ഫത്വ നമ്മൾ കാണിച്ചത്. അഖിലേന്ത്യാ മുഫ്തിന്റെ ഫത്വ നമ്മൾ കാണിച്ചു ഇതൊക്കെ ശരിയാന്നും പറഞ്ഞിട്ട്. അപ്പൊ രണ്ടാമത് പോകുന്ന കേന്ദ്ര ഏതാ? അമ്പംകുന്ന് ജാറം. അവിടെ ആരാ? അറിയില്ല. മയ്യത്തുണ്ടോ? അറിയില്ല. ഔലിയാണോ? അറിയില്ല. പിന്നെ എന്തറിയാം? ഒരു വലിയ കല്ല് അവിടെ ഉണ്ടെന്ന് അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കല്ല് മീസാൻ കല്ലാന്ന് പറയപ്പെടുന്നു. മീസാൻ കല്ല് ആവണമെങ്കിൽ ഒരു ഖബർ ആവണല്ലോ. അപ്പൊ ഖബറാകുമ്പോ ഉള്ളിൽ ആളുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു എന്നല്ലാതെ അതിനപ്പുറം യാതൊരു അഡ്രസ്സുമില്ല. അപ്പൊ പറയാവോ അതിപ്പോ മുജാഹിദീകൾ വെറുതെ ഉണ്ടാക്കി പറയാ. ഒന്നുമില്ലാതെ ഇപ്പൊ ഇത്രയും വലിയ വലിയ മൂലമലക്കെ പോകുന്ന എന്നാ എന്താ അവിടെ ഉള്ളത്? അവിടുത്തെ മൂലര് പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കുക. നാട്ടുകല്ലിന്റെ ഈ ഇതിന്റെ ചരിത്രം ഒന്ന് പറയാൻ പറ്റും? അങ്ങനെ പറഞ്ഞാൽ എന്റെ പാപ്പാരൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇവിടെ വന്നതാണ്. ഞാൻ ഈ മമ്പർ തത്വങ്ങൾ വന്നിട്ട് ഷുഗർലൻഡ് അടിച്ചു. വിലായത്ത് കണ്ടു വന്നേ. വിലായത്ത് അയാൾക്ക് ഒരു ഇതുണ്ടല്ലോ, അത് കണ്ടു. അപ്പൊ ഇനി വളർന്ന മതി, രാജ്യക്കാർക്കൊക്കെ തിരുത്തലിപ്പെട്ടു, നിങ്ങൾ ഇന്ന ആളാന്നൊക്കെ മനസ്സിലായി, അതുകൊണ്ട് ഇനി വളരണ്ടെന്നും പറഞ്ഞിട്ട് ഈ ഷുഗർലൻഡ് അടിച്ചതാണ്. അപ്പൊ ഒരു പടി ഒരു പൊടി ഇങ്ങോട്ടും പോണു, മറ്റേത് അവിടെ നിൽക്കുന്നുണ്ട്. ബീസാൻ കുത്തിയതാണ്. ഇത്ര പോകുന്നൊരു കല്ല് ബീസാൻ കുത്തിയതാണ്. അത് വളർന്നാണ്. പിന്നെ ഈ കല്ലിനൊപ്പം കാണുന്നിട്ട് ഈ ഗവൺമെന്റ് പണിക്കാരൊക്കെ വന്നിട്ട് അത് നീക്കാനും ഇതിനൊന്നും വിളിച്ചില്ല. ആ കടത്തം തന്നെ എപ്പോഴും കിടക്കുന്നത്. ഈ കല്ല് വളരാൻ തുടങ്ങിയത് എന്നാണ് എങ്ങനെ ആളുകൾ അറിഞ്ഞത്? ഇത് നമ്മള് കാണുമ്പോ കല്ല് അങ്ങനെയാണ്. ഇതിന്റെ മുറി ഇപ്പുറത്തും കല്ല് അങ്ങനെ പിന്നെ വളർന്നിട്ടില്ല. ആദ്യം വളർന്നു പറയുന്നത്. എനിക്കിപ്പോ ഒരു 10-20 വയസ്സൊക്കെ ആയി. അന്നും അതങ്ങനെയാണ്. എന്റെ ബാപ്പ ഉണ്ടായിരുന്നൊന്നും അങ്ങനെ. പിന്നെ പാപ്പാരായിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് അന്ന് ഉണ്ടായിരുന്നോന്ന് പാപ്പാക്കറിയൊന്നും എനിക്കറിയില്ല. അതിന് വേറെ കൃത്യമായ ഒരു ചരിത്രം ഇല്ല, എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെന്താ മൗലീദോ അങ്ങനെന്താ? ഒരു മൗലീദ് ഉണ്ട് അവിടെ. മൗലീദുണ്ട്. അതിപ്പോ ഈ ആൾക്കാർ കെട്ടി ഉണ്ടാക്കിയതാണ്, അല്ലാതെ അയാളെ ഇല്ല. ആരുണ്ടാക്കിയതാ? അതിവിടെ ഒരു മൗലീദ് ഉണ്ടാക്കിയതാണ്. കൃത്യമായ തെളിവൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ദർഗനായിട്ട് എന്താ ബന്ധം? മക്കാമിനായിട്ട്? ഞാനിവിടെ ആദ്യം കാവ്യമാരായിട്ട് വന്നതാണ്. ഇപ്പൊ എന്റെ ഒരു ബംഗളമാണ് നടത്തുന്നത്. എനിക്ക് വയസ്സും ഇതൊക്കെ ആയില്ലേ. അപ്പൊ പിന്നെ ഓന് കണ്ടുകൊടുത്തു. ഒന്ന് ചെറുപ്പക്കാരനാണ്. നിങ്ങളെ പേര്? എന്റെ പേര് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, പുത്തനങ്ങാടി. ഇദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് പറഞ്ഞു? അതിപ്പോഴത്തെ പേരാണ്. അയാളെ പേര് ശരിക്കും അങ്ങനെ ആർക്കും കിട്ടിയിട്ടില്ല. അത് ഇസ്ഹാഖ് വലിയുള്ള നാട്ടിൽ. അതിപ്പോ അയാളെ പേര് നമുക്ക് ഇട്ടിട്ടും കണ്ടിട്ടും ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് ഒരു പേര് ഇട്ടുന്നു. അല്ലാതെ അയാളെ പേരെന്താണ്, അയാളെ എവിടെ സ്ഥലം, ഏതാ രാജ്യം എന്നൊന്നും അറിയില്ല. ഈ പേര് ഇട്ടത് ആരാണ്? അതിവിടെ എല്ലാരും കൂടിയിട്ടിട്ടൊന്നും മാത്രം എന്തെങ്കിലും ഒരു പേര് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് അത് വേണ്ടാന്നും പറഞ്ഞു. അങ്ങനെ ആ പേര് വേണ്ട, അയാൾക്ക് തിരുപ്പതി ഇല്ലെങ്കിൽ നമ്മൾ ആ പേര് ഇടണ്ട. അപ്പൊ വലിയുള്ളാക്കി അവിടെ പേര് അവിടെ എഴുതിയിട്ടില്ലേ, ആ പേരാക്കി. പിന്നെ ആ പേര് വേണ്ടാന്ന് പറഞ്ഞു. അതിപ്പോ അയാൾക്ക് തിരുപ്പതി ഉണ്ടോ, അയാളെ പേരെന്താന്നൊന്നും ഞമ്മക്കറിയില്ല. അപ്പൊ ആ പേര് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വേണ്ടാച്ചു. എവിടുന്ന് വന്നതാണ്? അതൊന്നുമില്ല, അവിടെ കാണപ്പെട്ടപ്പോ ആ യാറ അങ്ങനെ കണ്ടതാണ്. അപ്പൊ ഈ പള്ളിയുടെ മുമ്പ് ഉണ്ടാകണം. ഇനി ഏതായാലും നിങ്ങള് ആത്മീയ തീർന്നടി പോകുമ്പോ ഇയാൾ ഉണ്ടാവും അവിടെ. ചോദിച്ചു നോക്ക, ഈ മനുഷ്യൻ ഉണ്ടാവപ്പെടും. അയാൾ ചോദിക്കാതിന് ചരിത്രം ഇങ്ങനൊന്നും അല്ല, ഇതൊരു ഔലിയാണ് അഭിപ്രായം ഉണ്ടെങ്കിൽ മൂപ്പർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ആ പറഞ്ഞത് ശരിയൊന്നുമല്ല, ഇത് ഇന്ന ഔലിയാണ്. അപ്പൊ എന്തെങ്കിലും എവിടെങ്കിലും ഒന്ന് ഉണ്ടായാൽ മതി, അതിന്റെ പിറകെ ആളെ കൊണ്ടുപോവുക.
അതിന് കാശുണ്ടാക്കുക, അത് ആത്മീയതാണെന്നും പറഞ്ഞ് ആത്മീയതയുടെ പേരിൽ പണം തട്ടുക. ഇതുണ്ടെങ്കിൽ പ്രസിദ്ധ സിയാർത്ത് കേന്ദ്രങ്ങൾ ഇറക്കിയ പുസ്തകം. പ്രസിദ്ധ സിയാർത്ത് കേന്ദ്രങ്ങൾ അതിനും കാശുണ്ടാക്കുക. എന്നിട്ട് ഏതാണ്ട് 30 പരിചയങ്ങളൊക്കെയാണ് കൊടുത്തേക്ക. 1 അജ്മീർ, 2 ഹസ്തത്തിൽ നിസാമുദ്ദീൻ, ഏർവാടി, 4 നാഗൂര്, തവക്കൽ മസ്താൻ, സയ്യിദ് ഷബാസ് ബാബ, അമ്മജി ബാബാജി ദർഗാ. അമ്മജി ബാബാജി ദർഗ എന്താപ്പത്? ആത്മീയ തീരാപ്പതൊക്കെ നേരത്തെ മലമ്പുഴ ഡാമൊക്കെ പറഞ്ഞാല് ഇതിപ്പോ അറിയാത്തവനിപ്പോ ഈ നോട്ടീസ് വായിച്ചാൽ എന്താ തോന്നുക? മലമ്പുഴ ഡാം ഏതെങ്കിലും ഒരു ദർഗയിരിക്കുന്ന അല്ലെങ്കിൽ മൃഗശാലാണ്, അത് വേറെ ഏതെങ്കിലും കുറെ അവരെയൊക്കെ മല കേന്ദ്രീകരിക്കുന്ന വിചാരിക്ക എന്ന് പറഞ്ഞ മാതിരി അമ്മജി ബാബാജി ദർഗ, പിന്നെ ബാബ കമളജി ദർവേഷ്, ഇങ്ങനെയാണ് എഴുതി. അതിനൊക്കെ പോലീസും പറഞ്ഞ് 4 കറാമത്തും ഫിറ്റ് ചെയ്ത് ആണ്ട് ഇറക്കിയാൽ അവിടെ എന്തായാലും പോകാഞ്ഞാൽ നമ്മളെ ആത്മീയത പൂർത്തിയാകൂല എന്ന് പിന്നീട് ചിന്തിക്കുക. എന്തിനാണ് മൂലന്മാരെ ഈ കൗമിനെ പറ്റിക്കുന്നത്? നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ, പക്ഷേ ഈ സാധുക്കളായ ഇസ്ലാമിനോട് താല്പര്യമുള്ള നിഷ്കളങ്കരായ ആത്മാർത്ഥരായ ഈ ആളുകളെ നിങ്ങൾ ദീനിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങളെ സ്നേഹിക്കുന്ന ഈ സാധാരണക്കാരെ എന്തിനു പറ്റിക്കണമെന്ന് നമുക്കിവിടെ ചോദിക്കാനുള്ളൂ. ഈ ആത്മീയതന്റെ പേരും പറഞ്ഞ് കാണുന്നിടത്തെല്ലാം കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുകയും നേർച്ചയും വഴിപാടും സമർപ്പിക്കുകയും അവിടെയെല്ലാം പോയി സങ്കടം പറയുകയും ചെയ്യുന്ന ഈ രീതി സുന്നത്തിലുണ്ടോ? അതല്ല സ്വഹാബത്തിന്റെ ഇജ്മാഇലുണ്ടോ? ഏതൊരാള് പറയി അപ്പോഴേ സമസ്തക്കാര് സ്വർഗത്തിന്റെ പാർട്ടിയാവുള്ളൂ. അതാ പറയണ്ട. അടുത്ത പ്രാവശ്യം ഞാൻ പറയാ അതിന്റെ ഹദീസിലുണ്ട്, സ്വഹാബികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യണത്, അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ആ സ്വർഗത്തിന്റെ പാർട്ടിക്കാര് എന്ന് പറഞ്ഞാൽ അത് ന്യായമാണ്. പക്ഷേ നിങ്ങളുടെ ഈ വക പ്രചാരണം കൊണ്ട് അതിൽ കുടുങ്ങി പോയി എവിടെ എത്തിയെന്ന് വെച്ചാൽ ഇന്ന് ആളുകള് പല സ്ഥലങ്ങളിലും ഈ കല്ല് കഴിഞ്ഞു മരങ്ങൾ വരെ ആരാധിക്കുന്നിടത്തെത്തി. റസൂല് പറഞ്ഞില്ല, അവസാന കാലം വരുമ്പോ വിഗ്രഹത്തെ പൂജിക്കുന്ന കാലം വരും. റസൂല് പറഞ്ഞല്ലോ, ലാ തഖൂമു സ്സാഅ ഹത്താ തഅബുദ ഖബാഇലൻ മിൻ ഉമ്മത്തി അൽ ഔസാൻ. എന്റെ ഉമ്മത്തിലെ ചില വിഭാഗങ്ങള് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന കാലം വന്നിട്ട് ലോകം അവസാനിക്കുകയുള്ളൂവെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ ആ പാത അപ്പടി പറ്റിക്കൊണ്ട് പ്രവാചകന്റെ ആ പ്രഖ്യാപനം, പ്രവാചകന്റെ ആ അധ്യാപനം അപ്പടി പുലർന്നുകൊണ്ട് ഇന്നിതാ കല്ലിനെ പോലും പൂജിക്കുന്ന, വെച്ച് നാട്ടിയ വലിയൊരു കല്ലിന് മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹം എത്തിയെങ്കിൽ, അല്ല ഇവരെ മുസ്ലിയാക്കന്മാർ എത്തിച്ചുവെങ്കിൽ അവിടെ നിന്നും മാറി അതേ പാലക്കാട് ജില്ലയിൽ പുത്തരിപ്പാടം എന്ന സ്ഥലത്ത് പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാ മരത്തിനാരാധിക്കുന്നതാ. മരത്തിനാരാധിക്കുക. ഇതൊന്നും ആരെങ്കിലുമല്ല, എവിടെങ്കിലുമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ അതൊക്കെ. അപ്പുറപ്പുറം ബാംഗ്ലൂരിൽ മറ്റേ കാണിച്ചപ്പോ പലരും പറഞ്ഞു അത് ഷിയാക്കളാണ്, മറ്റൊരാള്. അപ്പൊ ഓൽക്ക് അറിയാം നമ്മൾ ഈ ചെയ്യുന്ന പണി യഥാർത്ഥ ഇസ്ലാമിന്റെ പണിയല്ല, ഷിയാക്കളെ പണിയാണ്. അതുകൊണ്ടാണ് പറയാൻ കാരണം. എന്നാ ഇത് കേരളത്തിലാ, പാലക്കാട് ജില്ലയിലാ. അവിടെ എന്താ ഒരു മരം ഇങ്ങനെ കെടുത്തിയിട്ട് അയിമങ്ങനെ പച്ച പൊതിച്ചേക്കുക. കാര്യമായ നേർച്ച എന്താ? തൊട്ടിലിട്ടുക. കുട്ടികളില്ലാത്തവന് അവിടെ തൊട്ടില കെട്ടിപ്പോയാൽ ഓന് കുട്ടി ഉണ്ടാവുന്ന അത് ചിലപ്പോൾ ഉണ്ടായിക്കൂടെ ഇല്ല. കാരണം അത് ഒട്ടുമിക്ക ജാളത്തിലുണ്ടെന്ന് പറയാം. കറാമത്ത കുട്ടികളില്ലാത്ത കുട്ടികളുണ്ടാകുന്നുണ്ട്, അതൊരു പക്ഷെ നമുക്ക് അംഗീകരിക്കാം. എന്നിട്ട് ആളുകൾ തൊട്ടിലിട്ട് കണ്ടങ്ങള് അല്ല നിങ്ങൾ കാണുന്നത് തൊട്ടില കെട്ടിക്ക. അവിടെ എന്തിനാത്? അവിടെ ഒരു മോചനുണ്ട്, അത് പ്രചരിപ്പിക്കാൻ കറാമത്ത് പറയാന് മൂപ്പര് പറയാത് 12 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്തവര്, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാകാത്തവര്, അവര് വരെ അവിടെ വന്ന് തൊട്ടിലും കെട്ടി ഉസ്താദിനെ കണ്ടെന്ന് പോയാൽ കുട്ടികളുണ്ടാകുന്നുണ്ട്. എന്നാൽ അത് വിശ്വസിച്ച് അവിടെ കൗമ വന്ന് സങ്കടം പറയുക, അവിടെ തൊട്ടില് കെട്ടുക, അവിടെ പണം കൊടുക്കുക, അവിടെ വന്ന് പ്രാർത്ഥിക്കുക. എന്താ അവിടെ ഉള്ള ഖബറുണ്ടോ? ഇല്ല. ഏതായാലും നിങ്ങൾ അമ്പങ്ങന്ന് പോകില്ലേ, ഒന്ന് അവിടെയും കയറിക്കോളി. പുത്തിരിപ്പാടത്താ കാര്യമായി വലിയ ചെലവൊന്നും കൂടൂല. നിങ്ങൾ പോയി അന്വേഷിക്കുക എന്താ അവിടെ ഉള്ളത്. അവിടെ ഷിയാക്കളാണോ അല്ല നിങ്ങൾ ഈ പറയുന്ന SSFും SBS ഒക്കെ അടങ്ങുന്ന ഖുറാഫികളാണോ? പോയി ചോദിക്കുന്നത്. എന്താ അവിടുത്തെ കറാമത്ത്? ഖബറുണ്ടോ? ഇല്ല. വലിയുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഉള്ളത്? മരത്തിന്റെ കറാമത്ത് തന്നെയാണ്. ഖബർ അപ്പുറപ്പുറൊക്കെ ഉണ്ട്, അപ്പുറപ്പുറ ഖബറുണ്ട് പറഞ്ഞേക്ക. അൻസാരികളാണ്, മുഹാജിരികളാണ് എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ ഇവിടെ ഉള്ളത് എന്താണ്? ഈ മരത്തിന്റെ കറാമത്താണെന്ന് ആ നിൽക്കണം മൂലകത്. അയാള് അഭിമുഖമുണ്ട്, എല്ലാം കൂടി ഇടാൻ സമയമില്ലാത്തോണ്ടാ. അയാള് പറയുന്നുണ്ട് ഇവിടെ ഖബറുമായി ബന്ധപ്പെട്ടല്ല, പിന്നെ ഈ മരത്തിന്റെ കറാമത്ത്. എന്താ മരത്തിന്റെ കറാമത്ത്? ആ വള്ളി ഇങ്ങനെ വലുതായിട്ട് വലിയൊരു മരത്തിന് മേലെ പോയി
അതിന്റെ മേലെ പോയപ്പോ കനം താങ്ങാൻ കഴിയാതെ മരം പൊട്ടി താഴത്തേക്ക് വീണു. ഇപ്പൊ അത് അങ്ങേപ്പുറത്തെ മരത്തുമ്പോ കേറുകയാണ്. അതാ കറാമത്ത്. ആഹാ, ഇങ്ങനെ ഒരു കറാമത്തെ കണ്ട എന്നാ നമ്മള് മൂപ്പരോടും പറയാ. കാരണം എന്താ, അപ്പുറത്തെ പറഞ്ഞില്ല ആ ഷജറ ഇല്ലല്ല, ഷജറ അല്ലേണ്, മരക്ക അല്ലേണ്, കല്ലും അല്ലേണ്. പിന്നെ കല്ലിനോടും പറയാം, ഷജറിനോടും പറയാം. ലാ മൗജൂദ ഇല്ലല്ലാ, ലോകത്തല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ ബിംബത്തിനോടും പറയാം. എവിടെ പോയി പറഞ്ഞാലും അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അത് അഡ്രസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ജാറമായിക്കൊള്ളണമെന്നില്ല, വലിയായിക്കൊള്ളണമെന്നില്ല, ഖബറുണ്ടായിക്കൊള്ളണമെന്നില്ല, മുസ്ലിമിന്റേതാവണമെന്നില്ല, ഒന്നും ആവശ്യമില്ല. ഒരു മോചനം കിട്ടിയാൽ മതി, എന്നാ ഒക്കെ വിജയിക്കും. ആര് കരയും പറഞ്ഞ് കറാമത്തും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പറ്റിയ തൊലിക്കെട്ടുള്ള മോചനം കിട്ടിയാൽ എല്ലാം ഭംഗിയായി. അതോടുകൂടി പിന്നെ അത് ഭയങ്കര പ്രസിദ്ധമായി മാറി. ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സിയാറത്ത് കേന്ദ്രമാക്കി മാറ്റാൻ വേണമെങ്കിൽ പ്രയാസമില്ല. മോചന നാവിന് അതിനകത്ത് നീളുണ്ടെങ്കിൽ സംഗതി എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടില് നിങ്ങൾ പരിശോധിച്ച കേരളത്തിൽ ആരാധിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന, പൂജിക്കപ്പെടുന്ന ജാറങ്ങളിൽ 70% പരിശോധിച്ച് നോക്കി അഡ്രസ് അറിയാത്തതാ. എന്നാൽ അഡ്രസ് അറിയുന്നതിനേക്കാളും തിരക്ക് അഡ്രസ് അറിയാത്തോടുത്ത. അഡ്രസ് അറിയുന്ന ജാലത്ത് തിരക്കില്ല, അഡ്രസ് അറിയാത്ത ജാലത്തോ ഭയങ്കര തിരക്ക്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നേർച്ചപ്പെട്ടുള്ളതായിരിക്കാം ഓമാനൂർ ശോതാക്കൾക്ക്. എന്തേ ലോകത്ത് ഒരു മാത്രമേ ശോതാക്കന്മാരുള്ളൂ? ഉഹദിന് ശോതാക്കന്മാരില്ലേ? ഒറ്റ പെട്ടി നമ്മൾ കണ്ടകളാ. ഖന്തക്കിലും ഹുനൈനും ഒക്കെ ശോതാക്കന്മാരില്ലേ? ഒരു പെട്ടുണ്ടോ? ബദരീങ്ങളുടെ പേരുണ്ട് ചില സ്ഥലത്തൊക്കെ. പക്ഷെ ഏറ്റവും കൂടെ ശോതാക്കന്മാർ, ഏറ്റവും കൂടെ പെട്ടുള്ളതായിരിക്കാം ഓമാനൂർ ശോതാക്കള്. ആരാ ഓമാനൂർ ശോതാക്കള്? ഓമാനൂർ മാലയെ കൃത്യമായി പഴുത ഓമാനൂർ മാലയാ. ഓമാര പട കിസ്സ പാട്ടുകളാ. ഇതിന് കൃത്യമായി പറയുന്നുണ്ട് ആരാ ഓമാനൂർ ശോതാക്കള്. ആ ഓമാനൂർ ശോതാക്കളെ പേര് ജാർ. എന്താ കാരണം? അത് അങ്ങനത്തെ ശോതാക്കന്മാരാ. ആരാ ഓമാനൂർ ശോതാക്കള്? നിങ്ങൾ ശ്രദ്ധിക്കുക. ഓമാനൂർ ശ്രോതാക്കളുടെ പേരില് പിന്നെ അടിച്ചിറക്കിയ ഒരു കിസ്സപ്പാട്ട്, അത് വേങ്ങര ബീരാൻകുട്ടി എന്ന് പറയുന്ന ആളാണ് കവി. പ്രസിദ്ധീകരണം ഓമാനൂർ മുഹമ്മദ് മുസ്ലിയാരുമാണ്. അതിശയാരണ കേസരികളുടെ ചരിത്രത്തെ അധികമായി നമുക്കൊന്നും ലഭിച്ചിട്ടില്ല. നീട്ടി പറയാനുള്ള ജ്ഞാനം അറിയുന്ന ജനങ്ങളിൽ ജമാനിലില്ല. ഇല്ലെങ്കിലും പതിവോമാര ഈകൾ ചെയ്തായൊരു മുപ്പേരാ. അല്ലാമിൻ കൃപ ലഭിച്ചോരമലി ഹസ്സങ്കൂലത്തിൽ ജനിച്ചോരാം. ഓമാനൂര് ഷഹീദായ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? അവരുടെ ആ മർത്തബ പറയണം. കൊല്ലുന്ന സിംഹച്ചോടിയും ശുജാഅത്തെ, കുഞ്ഞാലി എന്ന പ്രസിദ്ധര് ഒന്നാമത്തെ, വെല്ലും ചെറുപ്പ പ്രായത്തിൽ മികവുത്തെ, ഭീകരനം കുഞ്ഞിപ്പോക്കരി ഈസ് മൊത്തെ, മൂന്നാമൻ മൊയ്തീനൊന്നാമൻ. ഇനി എന്താണ് അവിടെ കച്ചറ ഉണ്ടാകാൻ കാരണം എന്ന് പറയാണ്. എങ്ങനെ ഷഹീദായതെന്ന് വേണമല്ലോ പറയാം. അന്നവരിൽ വന്ന മട്ടാനെ യുദ്ധം നിർബന്ധമായതിൽ പെട്ടാനെ, കന്നം ഹിന്ദുക്കള് വന്നിട്ടാനെ, കണ്ട വീടും മറ്റും ഏരിത്തിട്ടാനെ. ഇങ്ങനെ അവര് ചെയ്യാൻ പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. എന്താണത്? എന്നതിൻ കാരണമുണ്ടായ കാലത്ത് എമ്പും പൂശായിലെന്നൊരു ദേശത്ത്, അന്ന് സ്വരൂപക്കൂലത്തില് പ്രകാശിത്തെ അമ്മാളു അമ്മ എന്നൊരു ഓമന നാമത്തെ നാട്ടോടെ കേളി കേട്ടോള. നാട്ടില് പേരേട്ട ഒരു പിന്നെ സ്ത്രീ ആയിരുന്നു ആര്? അമ്മാളു കുട്ടിയമ്മ. എന്നിട്ട് എന്തുണ്ടായി? കേട്ടവർ പങ്കജപ്പൂ പോലെ ഹേമ, ചുണ്ടും ചിറിയും അഴകാലേ, മുട്ട് മലർന്ന പൂ പോലെ മുഖം, ചെപ്പ് പതിച്ച സ്തനമാലേ. അപ്പൊ അന്ന് പ്രശ്നം ഉണ്ടാകാൻ കാരണം ഉണ്ടായിരുന്നു. കാരണം നമ്മളെ ശ്രോതാക്കൾ തന്നെയാണ്. പിന്നെ അടിക്കണത് മറ്റേ ടീമും മരിക്കണത് നമ്മളും ആയാ പിന്നെ ഷഹീദ് എന്നല്ലാതെ എന്താ ഇനി പറയാ? എന്തായിരുന്നാലും കീറിട്ട വിറകിട്ട് നമ്പൂരി അച്ഛൻ തല്ലിന്നാ പറയണത്. തല്ല് മർമ്മത്തിന് കൊണ്ടു നമ്മളെ കഥാപാത്രങ്ങൾ ഷഹീദായി. അള്ള പുറത്തു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ കുറ്റം പറയില്ല, തെറ്റാരത്തും പറ്റും. ഏതായിരുന്നാലും
അവരുടെ നെറുന്തൽക്ക് വന്ന അടി സ്വന്തം തലക്ക് കിട്ടിയ അടി തടുക്കാൻ പറ്റാതെയാണ് അവര് ഷഹീദായത്. സ്വന്തം തലക്ക് വന്ന അടി തടുക്കാൻ പറ്റാതെ മരിച്ചുപോയ ആ മനുഷ്യന്മാരോട് അവർ ആരോ ആവട്ടെ, അവരെ നമ്മൾ കുറ്റം പറയേണ്ടതില്ല. ഒരൊറ്റ മനുഷ്യനെ നമ്മൾ കുറ്റം പറയണ്ട. പക്ഷേ അവരോടാണ് ദുന്യാവിലുള്ള എല്ലാ കാര്യത്തിനും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആലോചിച്ച് നോക്കുങ്ങള്. ഈ ഒമാനു ശ്രോതാക്കളുടെ പേരിലുള്ള ഒരു മൗലൂദുണ്ട്. ആ മൗലൂദിൽ പറയണം, അയാ ശുഹദാഉ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈകും ബിൽ ഇഗാസത്തി സായിലീനാ അഗീസൂനാ ഇദാ ഇസ്തദ്ദത് അലൈനൽ കറായിബു ലൈസ ഫീനാ മൻ യഖീനാ. പൊന്നാര ശുഹദാക്കളെ, വാമാനു ശുഹദാക്കളെ, നിങ്ങളെ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ. അഗീസൂന ഇദാ ഇസ്തദ്ദത് അലൈനൽ കറായിബു ലൈസ ഫീനാ മൻ യഖീനാ. ഞങ്ങളുടെ മേൽ ആപത്തുകൾ രൂക്ഷതരമായി മാറുമ്പോൾ ഓമാനു ശുഹദാക്കളെ, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ. നോക്കൂ, നിങ്ങൾ ആരോടാണ്